എൻ്റെ കയ്യിൽ എന്താണെന്നായിരിക്കും അല്ലേ, ഇതൊരു VHS കാസറ്റാണ്. പുതിയ തലമുറയിലുള്ള ആളുകൾക്ക് ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് അറിയണമെന്നില്ല. പക്ഷേ പഴയ തലമുറയിലുള്ള ആളുകളുടെ ഒരുപാട് ഓർമ്മകളാണ്. അവരുടെ വിവാഹ വീഡിയോ ആയിക്കോട്ടെ, പഴയ സിനിമകളായിക്കോട്ടെ, എല്ലാം ഇതിൽ ഭദ്രമായിരുന്നു. പക്ഷേ ഇത് കാണാനുള്ള പ്ലെയറോ സംവിധാനമോ ഒന്നും തന്നെയില്ല. ഇപ്പം തന്നെ ഒരു അലമാരയൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതുപോലെ ഒരുപാട് പഴയ കാസറ്റുകളൊക്കെ കാണും. ഇവയൊന്നും കൂടെ ഒന്ന് കാണാൻ എല്ലാവർക്കും ഒരു ആഗ്രഹം കാണും. എന്നാൽ ഇതിനുള്ള ഒരു സൊല്യൂഷനുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. മുതൽ അല്ലെങ്കിൽ 1980-90 കാലഘട്ടങ്ങളിലൂടെ ബാല്യ കൗമാരങ്ങൾ കടന്നുപോയ ഞങ്ങളിൽ പലർക്കും ഓർമ്മയിൽ കുറേ കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു വിനോദ ഉപാധി അല്ലെങ്കിൽ വിനോദ ഉപകരണമായിരുന്നു VHS അല്ലെങ്കിൽ VCR എന്ന് പറയുന്നത്. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇന്നത്തെ പോലെ സെറ്റ് ഓഫ് ബോക്സോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചാനൽസോ ഇങ്ങനെ മാറി മാറി കാണുന്നതിനൊന്നുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് ദൂരദർശനാണ്. അപ്പോൾ ദൂരദർശനിലാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം മലയാളം സിനിമ, പിന്നെ വല്ലപ്പോഴും സെക്കൻഡ് സാറ്റർഡേ വരുമ്പോൾ ഇടയ്ക്കൊക്കെ തമിഴ് സിനിമകൾ പ്രക്ഷേപണം ചെയ്യുമായിരുന്നു. പിന്നെ വേറെ ഒരു പരിപാടി നമുക്കില്ല. പിന്നെ ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർക്കൊന്നും ഈ തിയേറ്ററിലൊന്നും പോയിരുന്ന് സിനിമ കാണാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ VCRൻ്റെ രംഗപ്രവേശനം. അപ്പം VCR അത്രത്തോളം നമ്മളെ സ്വാധീനിക്കാനുണ്ടായ കാരണം ദൂരദർശനിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന സിനിമകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഡിസ്റ്റർബൻസും ഗ്രെയിൻസും ഒക്കെ ഉള്ളതാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൂരം കൂടുന്നതനുസരിച്ചിട്ട് സിഗ്നൽ സ്ട്രെങ്ത് കുറയും. ഇപ്പോൾ വയർലെസ് ആയിട്ടാണല്ലോ സിഗ്നൽ വരുന്നത്. അപ്പോൾ ആൻറ്റിനയുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പോൾ കുറേ ഗ്രെയിൻസും നമ്മളിന്ന് HD ചാനൽസിൽ കാണുന്ന അത്രയും ക്ലാരിറ്റിയോ പെർഫെക്ഷനോ അന്നത്തെ സിനിമകൾക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ടാണ് ഈ VCR എന്നുള്ള ഉപകരണത്തിൻ്റെ വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത്. അതും പിന്നെ ഈ VCRനകത്തോട്ട് കേസറ്റ് കയറി പോകുന്നതും ഇറങ്ങി വരുന്നതും പിന്നെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള VCRകൾക്ക് ഒരു പ്രത്യേക മണമാണ്. ഇതും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഇതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ അങ്ങനെ പെട്ടെന്ന് പോകുന്ന ഒരു സംഭവമല്ല. ഒരുപക്ഷെ പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാരും VCR കണ്ടിട്ടുള്ളവർ കാണും, പക്ഷേ എല്ലാവരും അത് ആസ്വദിച്ചവരായിരിക്കില്ല. അപ്പോൾ VCRൻ്റെ ഓർമ്മകളെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പം നമ്മളെപ്പോലെയുള്ള ആൾക്കാർ ഈ 80-90കളിലൂടെ ബാല്യ കൗമാരങ്ങൾ കടന്നുപോയി ഞങ്ങൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ VCR എന്ന് പറഞ്ഞ ഒരു ഉപകരണം ഞങ്ങൾക്ക് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഒരു ഇലക്ട്രോണിക്സ് ഉപാധിയാണ്. അല്ലെങ്കിൽ ഒരു ഇന്നത്തെ CD പ്ലെയറിനെയോ അല്ലെങ്കിൽ പ്ലേ സ്റ്റേഷനെയോ ഒക്കെ പോലെ തന്നെ ഏറെ നമ്മളെ സ്വാധീനിച്ച ഒരു വീഡിയോ ഉപകരണമാണ്. അപ്പം എങ്ങനെയായിരുന്നു ഈ താല്പര്യത്തിലേക്ക് എത്തിയത്? അതായത് ഈ പ്ലെയറും കാസറ്റും അതിൻ്റെയൊക്കെ ലോകത്തേക്ക് എങ്ങനെ എത്തി? VCR ഞാൻ ഈ പറഞ്ഞില്ല, ബാല്യകാലം മുതലേ ഉള്ള ഒരു ഇഷ്ടപ്പെട്ട ഒരു ഉപകരണമാണ്. പക്ഷേ കാലക്രമേണ പുതിയ ടെക്നോളജികൾ വന്നപ്പോഴത്തേക്ക് ഞാൻ ഉൾപ്പെടെയുള്ളവർ ഇതിനെ അങ്ങ് ഉപേക്ഷിച്ചു എന്ന് വേണം പറയാൻ. പിന്നെ ഈ വീഡിയോ കാസറ്റ് ഒന്നും കിട്ടാത്തതിൻ്റെ കാരണം വെച്ചാൽ എല്ലാവരും CD പ്ലെയർ VCDയിലോട്ട് പോയപ്പോഴത്തേക്ക് ഈ VCR യുഗം അവസാനിച്ചു. 2004 VCR യുഗം അവസാനിച്ചു. ഞങ്ങളും VCRനോട് ഗുഡ് ബൈ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ 2017 എൻ്റെ വിവാഹം കഴിയുന്നു. വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ വിരുന്നൊക്കെ കഴിഞ്ഞ് രണ്ടാമത് ഞാൻ വൈഫിൻ്റെ വീട്ടിൽ പോകുമ്പോൾ വൈഫിൻ്റെ അമ്മാവൻ എൻ്റെ ഒരു വീഡിയോ കാസറ്റ് കൊണ്ടുതന്നിട്ട് പറഞ്ഞു, പുള്ളിയുടെ അച്ഛനും അമ്മയൊക്കെ ജീവിച്ചിരുന്ന സമയത്തുള്ള കേസറ്റാണ്, അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ സപ്തതി ആഘോഷത്തിൻ്റെ. അപ്പോൾ അതിൽ എൻ്റെ വൈഫിന് അന്ന് 2-3 വയസ്സേ ഉള്ളൂ. എല്ലാ ബന്ധുമിത്രാദികളും പങ്കെടുത്ത വലിയൊരു ഫംഗ്ഷനായിരുന്നു. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് പുള്ളിക്ക് ഇപ്പം കാണാനായിട്ട് പ്ലെയറുകളൊന്നുമില്ല, ഒന്ന് റെഡിയാക്കി കൊടുക്കണമെന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പം അമ്മാവൻ ആദ്യമായിട്ട് പറഞ്ഞ ഒരു കാര്യമായതുകൊണ്ടും എനിക്ക് നോ പറയാൻ പറ്റിയില്ല. പക്ഷേ ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ള ബേസിക്കലി ഇലക്ട്രോണിക്സ് ആണ് എൻ്റെ പ്രൊഫഷൻ. അപ്പോൾ എനിക്കിത് എങ്ങനെയാണ് ക്യാപ്ചർ ചെയ്യേണ്ടതെന്നും VCRൽ എങ്ങനെ പ്ലേ ചെയ്യണമെന്നുള്ളതൊക്കെ അറിയാമെങ്കിലും എൻ്റെ കയ്യിൽ അപ്പോഴും പ്ലെയറോ നല്ല ക്യാപ്ചർ കാർഡോ നല്ല കമ്പ്യൂട്ടറോ ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നോ പറയാൻ പറ്റില്ല. എങ്കിലും ഞാൻ ഒഴിഞ്ഞു മാറാൻ വേണ്ടി എൻ്റെ കയ്യിൽ പ്ലെയറൊന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പം പുള്ളിക്കാരൻ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് പുള്ളിയുടെ ഒരു പഴയ ഒരു VHS പ്ലെയർ എനിക്ക് കൊണ്ടു തന്നു. അപ്പം പറഞ്ഞു ഒരു 10-12 കേസറ്റ് മാത്രമേ അതിൽ പ്ലേ ചെയ്തിട്ടുള്ളൂ, പക്ഷേ എന്തോ കംപ്ലയിൻ്റ് ഉണ്ട്, റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ ഇത് റിപ്പയർ ചെയ്തിട്ട് പ്ലേ ചെയ്ത് നോക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ എൻ്റെ സ്പെയർ ആകുന്നതിന് എനിക്ക് ചെറിയ രീതിയിൽ സർവീസിങ് ഒക്കെ ആ സമയത്തുണ്ടായിരുന്നു, TV യുടെയൊക്കെ.
അപ്പോൾ ഇതിൻ്റെ കമ്പോണൻസ് ഒക്കെ എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റുമെങ്കിലും അങ്ങനെ പ്രയോജനപ്പെടുത്തുക. എങ്കിലും ഈ കേസറ്റിൽ നിന്ന് എങ്ങനെയെങ്കിലും റിക്കവർ ചെയ്യാനായിട്ട് ഒരു ശ്രമം ഉണ്ടാവണമെന്ന് പറഞ്ഞ് അവിടെ നിന്നാണ് തുടക്കം. അങ്ങനെ ഞാൻ ഈ പ്ലെയർ വീട്ടിൽ കൊണ്ടുവന്നു. നോക്കിയപ്പോഴത്തേക്ക് ഇതിൻ്റെ സിന്തറ്റിക് ബെൽറ്റുകളെല്ലാം പോയി. ഇപ്പം VCRൻ്റെ ബെൽറ്റുകളൊന്നും മാർക്കറ്റിൽ അവൈലബിൾ അല്ല. ഞാൻ ഈ പറയുന്നത് 2017 സമയമാണ്. ഏതാണ്ട് ഒരു 10 വർഷത്തോളം ആകാൻ പോകുന്നു. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഒത്തിരി അന്വേഷിച്ചപ്പോഴത്തേക്ക് ഇതിൻ്റെ സ്പെയർ പാർട്സുകളൊന്നും അവൈലബിൾ അല്ല. ഇനി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സ്പെയറുകളൊന്നും ഈ കമ്പനിയുടേതല്ല. ഇദ്ദേഹം തന്ന പ്ലെയർ ഒരു തോഷിബ എന്ന് പറഞ്ഞ കമ്പനിയുടേതാണ്. അങ്ങനെ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഷാഫി എന്ന് പറയുന്നത് നെടുമങ്ങാട് സ്വദേശിയാണ്. അപ്പോൾ അദ്ദേഹം എന്നെക്കാളും സീനിയറാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ VHS ഒക്കെ അവരുടെ സിലബസിലുണ്ട്. ഞാൻ ITA പ്ലസ് ഡിപ്ലോമയാണ്. അപ്പോൾ ITയിൽ പഠിക്കുന്ന സമയത്ത് ഈ VCR ഒബ്സലേറ്റ് ചെയ്ത് പോയത് കാരണം ഞങ്ങളുടെ സിലബസിൽ നിന്ന് VHS ഒഴിവാക്കിയിട്ടുണ്ട്. ഈ ഷാഫി ചേട്ടൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ VCR ഉണ്ട്. അതിൽ പുള്ളി VCR റിപ്പയറിംഗ് ഒക്കെ ചെറിയ രീതിയിൽ ചെയ്തിരുന്ന ആളാണ്. അങ്ങനെ പുള്ളിയുടെ അഡ്വൈസ് ഞാൻ ഓരോന്ന് കേൾക്കാൻ തുടങ്ങി. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ സെയിം മോഡലിലെ സെറ്റ് ഉണ്ടെങ്കിൽ റിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ അതിൻ്റെ അതേ മോഡൽ കിട്ടണം, അല്ലെങ്കിൽ അതിൻ്റെ മെക്കാനിക്കൽ പാർട്സുകൾ വരുന്ന മറ്റ് മോഡലുകളെ കുറിച്ചിട്ടൊക്കെ പുള്ളി പറഞ്ഞു തന്നു. അങ്ങനെയാണ് പുള്ളിയും ഞാനും കൂടെ പിന്നെ ഇതിനെക്കുറിച്ചിട്ട് അന്വേഷിക്കാൻ തുടങ്ങി. പുള്ളി കുറച്ച് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നു, സ്പെയർ പാർട്സുകളെല്ലാം. പിന്നെ ഇതേ മോഡലിലുള്ള വേറെ 1-2 സെറ്റുകൾ മേടിച്ചിട്ട് അതിൽ നിന്ന് സ്പെയറുകൾ എടുത്തിട്ടാണ് ഇത് റിപ്പയർ ചെയ്തെടുത്തിട്ട് ഇതിൽ ഈ കേസെറ്റിട്ട് പ്ലേ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് പ്രോബ്ലം നമ്പർ 1 വരുന്നത്. ഒന്നാമത്തെ പ്രശ്നം, ഈ കേസെറ്റുകൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഫംഗസ് വരും. ഫംഗസ് വന്നു പോയി കഴിഞ്ഞാൽ ഇത് സ്റ്റിക്കി ആയിട്ടിരിക്കും. ഇത് ഒന്നിനു മേളിൽ മറ്റൊന്നെന്നുള്ള നിലയിൽ ഇത് ഫിലിം ചുറ്റിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഫംഗസ് കയറിയിട്ട് ഇതങ്ങ് ഒട്ടിപ്പിടിച്ച അവസ്ഥയിലിരിക്കും. ആ സമയത്ത് ഇത് പ്ലേ ആകത്തില്ല. ഇനി പ്ലേ ആകാൻ ശ്രമിച്ചാലും ഈ ഹെഡിലൊക്കെ പറഞ്ഞിട്ട് VCRൻ്റെ ഹെഡ് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്, ഫിലിം ബ്രേക്ക് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ ഈ ഫംഗസിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതായിരുന്നു പിന്നീടുള്ള ശ്രമം. ഫംഗസ് റിമൂവ് ചെയ്യാനായിട്ട് എല്ലാവരും പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഈ സമയത്ത് തന്നെ മറ്റ് പല പഴയ ടെക്നീഷ്യന്മാരുടെ അടുത്ത് ഞാൻ പോയി ഓരോ സംശയങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ ചിലർ പറഞ്ഞുതരും, ചിലർ പറഞ്ഞിരത്തില്ല. എല്ലാവരും പറഞ്ഞൊരൊറ്റ സൊല്യൂഷനാണ് ഐസോപ്രോപ്പൈൻ ആൽക്കഹോൾ. ഞാനും അത് വാങ്ങിച്ചു, ഇത് ക്ലീൻ ചെയ്യാൻ ശ്രമിച്ചു. നമുക്ക് നോക്കുമ്പോൾ അവിടെ എന്തോ പൊടിയൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ആക്ച്വലി ഫംഗസ് എന്ന് പറഞ്ഞ സാധനം പ്രോപ്പറായിട്ട് ആൽക്കഹോളിൽ പോയില്ല എന്നുള്ളത് വീണ്ടും പല പരീക്ഷണങ്ങൾ നടത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ഈ കേസറ്റിൻ്റെ പ്രശ്നമാണോ VCRൻ്റെ പ്രശ്നമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ. അങ്ങനെ വന്നപ്പോൾ വേറൊരു ഫംഗസ് ഇല്ലാത്തൊരു കേസറ്റ് എനിക്ക് ഒരാൾ തന്നു. അതിടുമ്പോൾ ഈ പ്ലെയറിന് പ്രശ്നമൊന്നുമില്ല. ഈ ഫംഗസ് ഉള്ള കേസറ്റ് ഇടുമ്പോഴാണ് പ്രശ്നം. അപ്പം പ്രശ്നക്കാരൻ ഫംഗസ് ആണെന്ന് മനസ്സിലാവുകയും പിന്നെ ഈ ഫംഗസിനെ കുറിച്ചിട്ടൊരു ഡീപ്പ് സ്റ്റഡി ചെയ്ത് എന്താണ്. പിന്നെ ഇതിൽ ഞാൻ പഠിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഹ്യൂമിഡിറ്റിയും മോയ്സ്ചറൈസറിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഫംഗസ് ഡെവലപ്പ് ആവുന്നത്. അപ്പോൾ ഒരു 2-3 വർഷത്തിൽ കൂടുതൽ ഉപയോഗിക്കാതിരുന്നാൽ തന്നെയും ഈ മാഗ്നറ്റിക് ടൈപ്പിൻ്റെ സർഫസിൽ ഈ ഫംഗസ് ഡെവലപ്പ് ആവും. അത് 10-15 വർഷമാകുമ്പോഴത്തേക്ക് വളരെ ഗുരുതരമായ അവസ്ഥയിലോട്ട് ഈ ഫംഗസ് മാറും. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് പുറത്തുനിന്ന് നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന കേസറ്റുകളിൽ ഫംഗസ് ഉണ്ടെങ്കിൽ ഇത്ര മാരകമല്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ, എസ്പെഷ്യലി സൗത്ത് ഇന്ത്യയിൽ കേരളത്തിൽ ഹ്യൂമിഡിറ്റി കൂടുതലാണ്. അപ്പോൾ ഹ്യൂമിഡിറ്റി കൂടുന്നത് കാരണവും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അതാണ് അതിൻ്റെ മെയിൻ പ്രശ്നം. അപ്പം കേരളത്തിൽ നിന്ന് തന്നെ നമ്മുടെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കാസർഗോഡ് ഭാഗത്ത് വരുന്ന ഫംഗസിൻ്റെ നേച്ചർ വേറെയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഭാഗത്തുള്ള ഫംഗസിൻ്റെ നേച്ചർ വ്യത്യാസമാണ്. അപ്പം ഒരു സൊല്യൂഷൻ കൊണ്ട് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. ഡിപ്പെൻസ് ഫംഗസിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് ഈ കെമിക്കലിൻ്റെ മിക്സിങ്ങിലും റേഷ്യോയിലൊക്കെ മാറ്റം വരുത്തുമ്പോഴാണ് നമുക്ക് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഈ വൈഫിൻ്റെ അച്ഛൻ്റെ തന്ന കേസറ്റ് അതിലാണ് പരീക്ഷണം. അങ്ങനെ ഞാൻ ഫംഗസ് പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്തു, പ്ലേ ആയി, ഞാനത് ക്യാപ്ചർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് എനിക്കൊരു ഹിറ്റാച്ചിയുടെ ഒരു പ്ലെയർ എനിക്ക് കിട്ടി. ഹിറ്റാച്ചിയുടെ പ്ലെയറിലിട്ടപ്പം തോഷിബയുടെ പ്ലെയറിൽ നിന്ന് കുറച്ചുകൂടെ ക്ലാരിറ്റി വ്യത്യാസം വന്നതായിട്ട് മനസ്സിലായി. പിന്നീട് ഞാനിത് എങ്ങനെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള ഒരു ശ്രമം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അങ്ങനെ പല ക്യാപ്ചർ കാർഡുകൾ, ഞാൻ 1000 രൂപയ്ക്ക് അകത്ത് വിലയുള്ള ക്യാപ്ചർ കാർഡാണ് ആദ്യം ഉപയോഗിച്ചിരുന്നത്. അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ കുറച്ചും കൂടെ ബെറ്റർ ക്വാളിറ്റിയിലുള്ള ക്യാപ്ചർ കാർഡ് വാങ്ങണം. അപ്പോൾ ഇവിടെ എല്ലാം ഭയങ്കര വിലയാണ്. അപ്പോൾ എൻ്റെ ഒരു സിസ്റ്റർ ഷാനി എന്നാണ് പേര്, ഷാനി ചേച്ചി ഫാമിലി കാനഡയിലാണ്. അപ്പം ചേച്ചിയോട് ഞാൻ ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കും. അപ്പോൾ ഇവിടെ ഇമ്പോർട്ട് ടാക്സ് ഒന്നും ഇല്ലാതെ തന്നെ അവിടെ സാധനം കിട്ടും. അപ്പം പുള്ളിക്കാരി നാട്ടിൽ വന്ന സമയത്ത് എനിക്ക് വാങ്ങിക്കൊണ്ട് തരികയാണ് ചെയ്തത്. അപ്പം വില കുറവാണ്, എന്ന് വെച്ചാൽ ഇവിടത്തെ അപേക്ഷിച്ചിട്ട് വില കുറവാണ്. അങ്ങനെ അതിൽ ചെയ്തപ്പോൾ കുറച്ചുകൂടി ക്വാളിറ്റി വ്യത്യാസം വന്നു. പിന്നെ പ്ലെയറുകൾ പലതും ഞാനിങ്ങനെ കളക്ട് ചെയ്യാൻ തുടങ്ങി. ഒരു കളക്ഷൻ പോലെ സ്റ്റാർട്ട് ചെയ്ത്
സോണിയുടേത് അങ്ങനെ. പിന്നെ എഡിറ്റിംഗ് ഡക്കുകൾ എടുക്കാൻ തുടങ്ങി, പിന്നെ പ്രൊഫഷണൽ ഡക്കുകൾ എടുക്കാൻ തുടങ്ങി. പ്രൊഫഷണൽ ഡക്കുകളൊക്കെ വന്നപ്പോഴത്തേക്ക് SVHS പ്ലെയറുകളൊക്കെ വന്നപ്പോഴത്തേക്ക് നല്ല വീഡിയോ ക്വാളിറ്റിയിൽ വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ ഇതെങ്ങനെ നമുക്ക് ഇതിൻ്റെ VHSൻ്റെ പ്രശ്നം വെച്ചാൽ 25 ഫ്രെയിം പെർ സെക്കൻഡേ ഉള്ളൂ. പിന്നെ ഒരു എന്താ പറയുക, പിക്ചർ ക്ലാരിറ്റിയുടെ ഒക്കെ ലിമിറ്റേഷൻ ഉണ്ട്. ക്യാമറകൾക്ക് ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട്, ഇന്നത്തെ പോലത്തെ HD ക്യാമറയൊന്നും അല്ലാത്തത് കൊണ്ട് അതിൻ്റേതായ ന്യൂനതകളെല്ലാം VHSനുണ്ട്. പക്ഷേ എങ്കിലും നമ്മുടെ മോഡേൺ ടെലിവിഷനിൽ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലോട്ട് നമുക്കിതിനെ ക്യാപ്ചർ ചെയ്തെടുക്കാൻ പറ്റും. ആ റിസൾട്ടിലോട്ട് നമുക്ക് എത്താൻ പറ്റും. അത് ഞാൻ ഒരുപാട് പരീക്ഷിച്ചു. ക്യാപ്ചർ കാർഡുകൾ മാറി, കൺവേർട്ടറുകൾ മാറി, പിന്നെ പ്ലെയറുകൾ മാറി. അങ്ങനെ ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിൽ എത്തി നിൽക്കുന്നു. ഇനിയും അത് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും. പക്ഷേ ഒരുപാട് പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അതിനുള്ള റവന്യൂ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നില്ല. കാരണം വെച്ചാൽ ഒരു നിസ്സാര ഒരു ഇൻകം മാത്രമേ എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുള്ളൂ. ബാക്കിയെല്ലാം ഇതിൻ്റെ കെമിക്കലിലും മറ്റു കാര്യങ്ങളൊക്കെയായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ പരീക്ഷിച്ചിട്ടാണ് ഇന്ന് ഈ കാണുന്ന ഒരു ക്വാളിറ്റിയിലോട്ട് എത്തിയിരിക്കുന്നത്. ഇതാണ് തുടക്കമെന്ന് പറഞ്ഞാൽ വൈഫിൻ്റെ അച്ഛൻ തന്ന കേസറ്റിൽ നിന്നാണ്. അതാണ് ഈ മേഖലയിലോട്ട് എത്തുന്നത്. ഇതിനോടൊപ്പം കൂട്ടി പറയാൻ 1-2 കാര്യങ്ങളൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ വീടിൻ്റെ അടുത്തുള്ള ഒരു ആക്രി കടയിൽ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുകയായിരുന്നു ഈ VCR പ്ലെയറുകൾ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെയുള്ള ഒരു രാജേന്ദ്രൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ക്രാപ്പ് ഡീലറുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്നെ നോക്കും, ഞാൻ VCR എടുക്കാൻ, VCR അങ്ങനെ. പുള്ളിക്ക് ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പുള്ളി എനിക്ക് വേണ്ടി VCR വരികയാണെങ്കിൽ മാറ്റി വയ്ക്കും. ഒരു ദിവസം പുള്ളിക്കാരൻ ചോദിച്ചു, നിനക്ക് എന്തിനാണ് ഈ VCR എടുക്കുന്നത്? വേറെ ആരും വന്ന് അങ്ങനെ എടുക്കാറില്ല, ഒരുപാട് VCR നിൻ്റെ നിന്ന് വാങ്ങിച്ചല്ലോ, ഞങ്ങളത് അടിച്ചു പൊട്ടിച്ച് കളഞ്ഞാൽ 100 രൂപ കിട്ടുകയുള്ളൂ, നീ ഇത് 500 രൂപയ്ക്ക് തന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നു. അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കേസറ്റ് കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ആവശ്യമായിട്ടാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, നീ അത് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ തങ്കച്ചിയുടെ ഒരു കേസറ്റ് ഉണ്ട്, കൊണ്ടുവന്ന് ചെയ്തു തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം ഞാനത് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരൻ ഈ കേസറ്റ് എൻ്റെ കയ്യിൽ തന്നു, കൺവേർട്ട് ചെയ്തു, എല്ലാം ക്ലിയർ ചെയ്ത് കൊടുത്തു. പുള്ളിക്കാരൻ 1000 രൂപ എനിക്ക് തന്നു. അതിന് മുമ്പേ തന്നെ വൈഫിൻ്റെ ഫാദറിൻ്റെ കേസറ്റ് കൺവേർട്ട് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്ക് അമ്മാവനും എനിക്ക് സന്തോഷം കൊണ്ട് ഒരു 1000 രൂപ തന്നു. പക്ഷേ ഇതിനിടയ്ക്ക് ഞാൻ ഏതാണ്ട് 25,000 രൂപ 30,000 രൂപയ്ക്ക് മേളിൽ ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ പുതിയ ക്യാപ്ചർ കാർഡുകൾ വന്നപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന സിസ്റ്റം അതിന് താങ്ങാൻ പറ്റാത്ത രീതിയിലോട്ട് i7-ലോട്ടൊക്കെ പോയിട്ടുണ്ട്. എൻ്റെ i3 ഒന്നും അത് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ടിൽ തരുന്നില്ല, വീഡിയോ ലാഗൊക്കെ വരികയാണ്. അപ്പം ഹാർഡ്വെയർ എല്ലാം അപ്ഗ്രേഡ് ചെയ്തപ്പോൾ നല്ലൊരു എമൗണ്ട് എനിക്കതിലായി. അപ്പോൾ പുള്ളിക്കാരെ സന്തോഷത്തോടെ 1000 രൂപ തന്നപ്പോഴത്തേക്ക് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് 1000 രൂപ അതിൻ്റെ ഇൻട്രസ്റ്റ് പോലും ആകുന്നില്ല. പക്ഷേ ഞാൻ സന്തോഷപൂർവ്വം അത് നിരസിച്ചു. കാരണം എന്ന് വെച്ചാൽ പൈസയ്ക്ക് വേണ്ടിയില്ല, അതിന് മൂല്യമില്ല. ഞാൻ എൻ്റെ ഒരു ആത്മാർത്ഥത കൊണ്ടും പുള്ളിക്കാരൻ്റെ തന്ന ടാസ്ക് ഏറ്റെടുത്ത് ചെയ്തതാണ്. പക്ഷേ പൈസ വാങ്ങിച്ചില്ല. അദ്ദേഹത്തിന് കാര്യം പറഞ്ഞപ്പോൾ പുള്ളിക്കാരന് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ആളാണ് എനിക്ക് ആദ്യമായിട്ട് 1000 രൂപ തരുന്നത്. അപ്പോൾ ഞാനത് വേണ്ടാന്ന് പറഞ്ഞെങ്കിലും പുള്ളിക്കാരൻ നിർബന്ധിച്ചിട്ട് അത് വെച്ചു. പുള്ളി പറഞ്ഞ്, ഇത് നല്ല റിസൾട്ടുണ്ട്, ഇത് കേസറ്റ് ഒരുപാട് പേരുടെ കയ്യിൽ ചെയ്യാനായിട്ട് ഇപ്പോഴും ഇരിപ്പുണ്ട്, അപ്പോൾ നീ അതൊരു പരസ്യം കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് എല്ലാവരും എടുത്ത് കളഞ്ഞു കാണും. അത് ഞാൻ അങ്ങനെയൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ തന്നെ പുള്ളിയുടെ മൊബൈലിൽ ഒരു OLX എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇത് ഈ സർവീസിനെ കുറിച്ചിട്ട് എൻ്റെ ഒരു കേസറ്റിൻ്റെ പടമൊക്കെ ഇട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പരും വെച്ചിട്ടാണ് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ 2-3 ദിവസമൊന്നും വേറെ ഒരു റിപ്ലൈ ഒന്നും ആരും കൊടുത്തില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. 3-4 ദിവസം കഴിഞ്ഞ് പുള്ളിക്കാരൻ പറഞ്ഞു, ഒരു എൻക്വയറി വന്നിട്ടുണ്ട്, നിൻ്റെ നമ്പർ ഞാൻ കൊടുക്കുകയാണെന്ന് പറഞ്ഞു. എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ അത് ചെയ്തു കൊടുത്തു. അതിനുശേഷം 2-3 വർക്കായി. അങ്ങനെ ഒരു 5-6 വർക്ക് വന്നപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഇനി നിൻ്റെ ഫോൺ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫോണിൽ തന്നെ OLX എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ ഈ ആടെല്ലാം അങ്ങോട്ട് മാറ്റി എൻ്റെ നമ്പർ കൊടുത്തു. ഇതാണ് പ്രൊഫഷണലായിട്ട് വർക്ക് എടുക്കുന്നതിൻ്റെ തുടക്കം. എങ്ങനെയായിരുന്നു ഓർബിറ്റ് വീഡിയോ വിഷൻ്റെ ആ ഒരു ജനനത്തിലേക്ക് അതെത്തിയത് എങ്ങനെയായിരുന്നു? അപ്പോൾ ഈ ഓർബിറ്റ് വീഡിയോ വിഷൻ എന്നുള്ള പേരോ മറ്റു കാര്യങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ല. ഈ കേസറ്റ് കൺവേർഷൻ ഞാൻ തുടങ്ങിയ സമയത്ത് അന്ന് അത്രയ്ക്കുള്ള വർക്കുകളൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. മാസത്തിൽ 2-3 കേസറ്റ് എന്നുള്ള കണക്കായിരുന്നു. അന്ന് ഇത്രയും ഞാൻ എൻഗേജ്ഡും ആയിരുന്നില്ല ഈ മേഖലയിൽ. അപ്പോൾ എനിക്ക് ഒത്തിരി ഫ്രീ ടൈം കിട്ടുമായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാല്യകാലം മുതൽ നമുക്ക് VCR-നോടും കേസറ്റിനോടും ഓഡിയോ കേസറ്റിനോടും, അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പോലെ ഒത്തിരി കളക്ഷൻസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പം പണ്ടേ ഒരു താല്പര്യമുണ്ട്. താല്പര്യം വന്നതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നിതൊന്നും ആയിരുന്നില്ല. ഞങ്ങൾക്കൊന്നും അന്ന് ഇത് വാങ്ങാനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നില്ല. വളരെ സമ്പന്നരായ സുഹൃത്തുക്കളുടെ വീട്ടിൽ മാത്രമേ ഇത്തരം സാധനങ്ങളുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ ജനലിലൂടെയൊക്കെ വന്ന് ഇങ്ങനെ നോക്കി ആസ്വദിക്കാനേ ഞങ്ങൾ കഴിഞ്ഞുള്ളൂ. ഒന്ന് കയ്യിലെടുക്കാനോ വാങ്ങാനോ ഉപയോഗിക്കാനോ എന്നുള്ള ഭാഗ്യം ഞങ്ങൾക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്നേ ഒരു നഷ്ടബോധം മനസ്സിലുണ്ടായിരുന്നു. ഭാവിയിൽ സ്വന്തമായിട്ട് വരുമാനമൊക്കെ വന്നപ്പോഴത്തേക്കാണ് ഈ ആഗ്രഹം സബലീകരിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞത്. അങ്ങനെ ഒത്തിരി കേസറ്റുകളൊക്കെ കളക്ട് ചെയ്യുമായിരുന്നു. പണ്ട് മുതലേ കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ദൂരദർശനിലൊക്കെ ടെലികാസ്റ്റ് ചെയ്തിരുന്ന കുറേ പ്രോഗ്രാംസൊക്കെ അന്നൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നു. പക്ഷെ അത് ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നൊന്നും ഒരു പിടുത്തമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഫ്രീ ടൈമിൻ്റെ കാര്യം പറഞ്ഞില്ല. ഫ്രീ ടൈം കിട്ടിയ സമയത്ത് ഞാൻ 1 by 1 ആയിട്ട് കേസറ്റുകളെടുത്ത്
ക്ലീൻ ചെയ്യാൻ തുടങ്ങി. അപ്പം ക്ലീൻ ചെയ്യാനായിട്ട് ഉണ്ടായ പ്രധാന കാരണം ഇതിനൊരു കെമിക്കൽ നമുക്ക് സ്വന്തമായിട്ട് കണ്ടുപിടുത്താൻ കഴിയും. 2 പ്ലെയറുകളും ഉണ്ട്, പിന്നെ എന്തായാലും ഫ്രീ ടൈമും ഉണ്ടല്ലോ എന്ന് കരുതി കേസറ്റുകൾ 1 by 1 ആയിട്ട് ക്ലീൻ ചെയ്തിട്ട് ഞാൻ ക്യാപ്ചർ ചെയ്ത് എൻ്റെ കമ്പ്യൂട്ടറിൽ തന്നെ ഇട്ടിരുന്നു. നിർഭാഗ്യവശാൽ ആ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്ക് കംപ്ലൈൻറ്റ് അതിൽ നിന്ന് ഡാറ്റ റിക്കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഞാനും കുറച്ച് പരീക്ഷണങ്ങളൊക്കെ നടത്തി. അതോടുകൂടി ആ ഹാർഡ് ഡിസ്കിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അങ്ങനെ ഇറിപ്പയറബിൾ ആയിട്ട് ആ ഹാർഡ് ഡിസ്ക് മാറുകയും അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വിലപ്പെട്ട ഇത്തരം വീഡിയോസ് നഷ്ടപ്പെട്ടു. അപ്പം വീണ്ടും ഞാനിത് ക്യാപ്ചർ ചെയ്തിട്ട് അപ്പം വീണ്ടും എനിക്കൊരു സംശയം, വീണ്ടും ഹാർഡ് ഡിസ്ക് പോയാൽ എന്ത് ചെയ്യും? അപ്പോൾ ഒരു മനസ്സിൽ തോന്നിയ ആ സമയത്ത് തോന്നിയ ഒരു ഇത് യൂട്യൂബിൽ എങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടേക്കാം, അവിടെ കിടക്കുമല്ലോ എന്ന് കരുതി. അന്ന് ഓർബിറ്റ് വീഡിയോ വിഷൻ എന്നുള്ള ചാനലിനെ കുറിച്ചോ ചാനൽ തുടങ്ങുമെന്നൊന്നും ഒരു മുൻവിധിയും ഇല്ല. വെറുതെ നെറ്റ് ഫ്രീ ആയിട്ട് കിട്ടി, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞപ്പോൾ എനിക്ക് മൊബൈലിൽ മെസ്സേജുകൾ വരാൻ തുടങ്ങി. ഞാൻ വെറുതെ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ ഫിലിം ക്രിറ്റിക്സ് അവാർഡും പിന്നെ മോഹൻലാൽ സാറിൻ്റെ ആദ്യത്തെ ഇന്റർവ്യൂ 90 അതാണ് ഞാൻ ഇട്ടത്. അതിന്റെ കുറച്ച് ഭാഗമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ കേസിൽ ഇപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട്. ശരിക്കും അന്ന് ദൂരദർശനിൽ പോയപ്പോൾ റെക്കോർഡ്, അതായത് ഈ VCR എന്ന് പറയുമ്പോൾ വീഡിയോ ഇട്ട് പ്ലേ ചെയ്ത് കാണാൻ വേണ്ടി മാത്രമുള്ള ഒരു ഉപകരണം ആയിരുന്നില്ല. ആക്ച്വലി ഇതൊരു നമ്മുടെ സെറ്റ് ഓഫ് ബോക്സ് പോലെ ഒരു റിസീവർ കൂടിയാണ്. VCRന്റെ പുറകിലായിട്ട് അത് എല്ലാ ഇതിലുള്ള VTRകളുണ്ട്, VCRകളുണ്ട്. VTRകളിൽ ലൈൻ റെക്കോർഡിംഗ് മാത്രമേ ഉള്ളൂ. അതായത് വേറൊരു VCRന്റെ AV ഔട്ട് ലൈൻ ഇന്നിൽ കണക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ചില VCRകൾ RF സ്റ്റേജും കൂടെ ഉണ്ട്. RF സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ TV-യിൽ ചാനൽസ് ഒക്കെ ട്യൂൺ ചെയ്യുന്ന ആൻറ്റിന കൊടുത്തിട്ട് ട്യൂൺ ചെയ്യുന്നില്ലേ, അതേ സെയിം ഫംഗ്ഷൻ VCRലും ഉണ്ട്. VCRന്റെ പുറകിൽ RF ഇൻപുട്ട് ഉണ്ട്. ആ ഇൻപുട്ടിൽ TV-യുടെ ആൻറ്റിന അതിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് TV-യുടെ ചാനൽസ് ഇപ്പോഴത്തെ റിമോട്ടിൽ ട്യൂൺ ചെയ്യുന്നത് പോലെ VCRൽ അന്ന് ട്യൂൺ ചെയ്യാൻ പറ്റുമായിരുന്നു. അന്ന് ആരുടെ കയ്യിലും റിമോട്ടുള്ള TV-കളില്ല, എല്ലാം മാനുവൽ ട്യൂണിംഗ് ആണ്. പക്ഷേ VCRൽ ഡിജിറ്റൽ ട്യൂണിംഗ് ഉണ്ടായിരുന്നു. അപ്പം VCRൽ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചാനൽ ഒരു 30-40ഓളം ചാനൽ പല സെറ്റിലും പല മോഡൽ 99 ചാനൽ മെമ്മറി വരെയുള്ള VCRകൾ അന്ന് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അതിൽ ട്യൂൺ ചെയ്ത് വെക്കാൻ പറ്റും. ട്യൂൺ ചെയ്ത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ RF ഔട്ടോ AV ഔട്ടോ TV-യിൽ കൊടുത്തിട്ട് TV ഓൺ ആക്കിയിട്ട് AV വഴി നമുക്ക് ഇതിൽ ചാനൽ മാറ്റാൻ പറ്റും. സെറ്റ് ഓഫ് ബോക്സിൻ്റെ സെയിം ഫംഗ്ഷൻ. എന്തിനാണ് അങ്ങനെ കൊടുത്തിരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ VCRൽ അങ്ങനെ ഒരു ഓപ്ഷൻ കമ്പനി കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ 7 മണിക്ക് ഒരു പ്രോഗ്രാം തുടങ്ങുകയാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം 7 മണിക്ക് തുടങ്ങും, നമുക്ക് പെട്ടെന്ന് പുറത്ത് പോകണം, ഇത് കാണാൻ നിർവാഹമില്ല. നമുക്ക് 7 മണിക്ക് പ്രോഗ്രാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് കാസറ്റും ഇട്ട് VCR ഓണാക്കി വെച്ചിട്ട് പോകാം. കൃത്യം 7 മണിയാകുമ്പോൾ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് റെക്കോർഡാവും. നമുക്ക് അരമണിക്കൂറാണ് പ്രോഗ്രാമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യേണ്ട ടൈമും സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അരമണിക്കൂർ ആകുമ്പോഴത്തേക്ക് പ്രോഗ്രാം തീരുമ്പോൾ തനിയെ VCR റെക്കോർഡിങ് ഓഫ് ആവുകയും സ്റ്റാൻഡ് ബൈ മോഡിലോട്ട് പോവുകയും ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ ഫംഗ്ഷനെ കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് ഈ പ്രോഗ്രാം കാണാൻ പറ്റും. അന്നത്തെ പോലെ യൂട്യൂബ് ഒന്നും ഇല്ലല്ലോ. യൂട്യൂബിലാണെങ്കിൽ വീണ്ടും നമുക്ക് റീടെലികാസ്റ്റ് ചെയ്ത് അതിൽ കിടക്കും, അത് കാണാൻ പറ്റും. അങ്ങനെ ഒരു ഇതിൽ ഓപ്ഷൻ VCRകൾ അന്ന് ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. ഇപ്പോൾ VCR ഒന്ന് ഒബ്സലേറ്റ് ചെയ്ത് പോയെങ്കിലും ഇന്നത്തെ നിലവിലുള്ള VCRകളും പ്രോഗ്രാം ചെയ്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളുണ്ട്. അങ്ങനെ ദൂരദർശൻ അന്ന് ടെലികാസ്റ്റ് ചെയ്തിരുന്ന ഒരുപാട് നല്ല പ്രോഗ്രാംസ് ഉണ്ട്. അന്ന് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് മാറി മാറി കാണാൻ ചാനൽസ് ഒന്നുമില്ല. അപ്പം വൈവിധ്യമാർന്ന പ്രോഗ്രാംസ് വല്ലപ്പോഴും കിട്ടുമായിരുന്നു. അങ്ങനെ എൻ്റെ ഓർമ്മകളിലുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ചേറപ്പായി കഥകളെന്നും പറഞ്ഞിട്ടൊരു ടെലിഫിലിംസ് ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെ മെഗാ പരമ്പരകളൊന്നും അല്ല, 7-6 എപ്പിസോഡുകൾ മാത്രമുള്ള പ്രോഗ്രാംസാണ് ചേറപ്പായി കഥകൾ. പിന്നെ അതുപോലെ തന്നെ ഈ ചിത്രഗീതങ്ങൾ, പല സിനിമാ നടന്മാരൊക്കെ വന്നിട്ട് അവതരിപ്പിക്കുന്ന സ്പെഷ്യൽ ചിത്രഗീതങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ ഇതേപോലെ മോഹൻലാലിൻ്റെ ഇൻ്റർവ്യൂ, അങ്ങനെയൊക്കെ ഏതെങ്കിലും വിശിഷ്ട വ്യക്തികളുടെ പ്രോഗ്രാംസ്. അതുപോലെ തന്നെ ഈ ടെലിഫിലിമുകൾ നമ്മളെയൊക്കെ വളരെയേറെ ആകർഷിച്ച ഒരുപാട് ടെലിഫിലിംസൊക്കെ അന്ന് ഉണ്ടായിരുന്നു. പിന്നെ ഓണത്തിന് സ്പെഷ്യൽ പ്രോഗ്രാംസ്. അപ്പോൾ ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഫിലിം ക്രിറ്റിക്സ് അവാർഡ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെയൊക്കെ പ്രോഗ്രാം ലൈവായിട്ട് റെക്കോർഡ് ചെയ്ത് ദൂരദർശൻ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് അങ്ങനെയുള്ള പ്രോഗ്രാംസ് എല്ലാം കുറേ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫ്രീ ടൈമിൽ ഇതെല്ലാം സമയം കിട്ടിയെന്ന് മുറയ്ക്ക് ഇത് ക്ലീൻ ചെയ്ത് അങ്ങനെയാണ്. അത് ഏതോ ഒരു കേസിൽ നിന്നാണ് മോഹൻലാൽ സാറിൻ്റെ ഇൻ്റർവ്യൂ ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടുന്നത്. ഇത് രണ്ടുമാണ് ഞാൻ ആദ്യം ഇടുന്നത്. ഇത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് കമൻറ്റുകൾ യൂട്യൂബിൽ വരാൻ തുടങ്ങി. അങ്ങനെ ഒത്തിരി വ്യൂവേഴ്സായി. അന്ന് രാത്രി ഞാൻ കയറി നോക്കിയപ്പോഴത്തേക്ക് ഏതാണ്ട് 10,000-ന് മേളിൽ വ്യൂവേഴ്സ് ഈ പറഞ്ഞ 2-3-4 മണിക്കൂറിനുള്ളിൽ എനിക്ക് കിട്ടി. പിന്നെ പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് 500-600 സബ്സ്ക്രൈബറായി. അന്നും ഓർബിറ്റ് എന്നുള്ള പേര് ഒന്നും വന്നിട്ടില്ല. ഒരു 3 ദിവസം ആയപ്പോഴത്തേക്ക് എനിക്ക് ഏതാണ്ട് 10,000-3000-ന് മേളിൽ സബ്സ്ക്രൈബേഴ്സും 4,000-ന് മേളിൽ വാച്ചിങ് അവേഴ്സായി. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഇങ്ങനെ വാച്ചിങ് അവേഴ്സ് ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്ന, റവന്യൂ കിട്ടുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിനെക്കുറിച്ചിട്ടൊന്ന് ആലോചിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ
യൂട്യൂബിൽ കയറി ഇതെങ്ങനെയാണ് പൈസ കിട്ടുന്നതെന്നുള്ളത്. അപ്പോൾ മോണിറ്ററൈസേഷൻ എനേബിൾ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് കണ്ടു. ഞാനതെല്ലാം കൊടുത്തു. അപ്പോൾ 5-ാം ദിവസമായപ്പോഴത്തേക്ക് ഞാൻ മോണിറ്ററൈസേഷന് അപ്ലൈ ചെയ്തു. 5-ാം ദിവസം മിഡ് നൈറ്റിലാണ് ഞാൻ അപ്ലൈ ചെയ്തത്. 6-ാം ദിവസം ഏർലി മോർണിംഗ് ആയപ്പോഴത്തേക്ക് ഗൂഗിളിൽ നിന്ന് എനിക്ക് മെയിൽ വന്നു, നിങ്ങളുടെ മോണിറ്ററൈസേഷൻ എനേബിൾ ആയിട്ടുണ്ട്, നിങ്ങൾ എലിജിബിൾ ആണെന്നും പറഞ്ഞിട്ട്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് പിന്നെ ചാനലിനൊരു പേര് വേണം. മോണിറ്ററൈസേഷൻ കൊടുക്കണമെങ്കിൽ ചാനലിൻ്റെ പേര്, അന്ന് പേരൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ആദ്യം രാഹുൽ ലാലു എന്നാണ് ഇട്ടിരുന്നത്. അപ്പോൾ അങ്ങനെ വേറെ ആരൊക്കെയോ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഇരുന്നപ്പോൾ പണ്ടേ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് സർവീസ് സെൻറ്ററോ എന്തെങ്കിലുമൊക്കെ തുടങ്ങുമ്പോഴത്തേക്ക് ഓർബിറ്റ് എന്നുള്ള പേരിൽ തുടങ്ങണം. അതെന്താണ് ആ ഓർബിറ്റ് എന്നുള്ള പേര് എടുക്കാനുണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബേസിക് ഇലക്ട്രോണിക്സ് പഠിക്കുമ്പോഴും അതിലിപ്പോൾ ആറ്റം എടുത്തു കഴിഞ്ഞാലും ആറ്റത്തിൻ്റെ സ്ട്രക്ചറിൽ ഇലക്ട്രോണുകളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോൺ സഞ്ചരിക്കുന്നത് ഓർബിറ്റിലൂടെയാണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലാണ് ഞാൻ ആ ഓർബിറ്റ് എന്നുള്ള പേര് കൊടുത്തത്. അങ്ങനെ ഓർബിറ്റ് കൊടുത്തപ്പോഴും വീണ്ടും പ്രശ്നം. ഓർബിറ്റ് എന്ന് പറഞ്ഞ് ഒത്തിരി ചാനൽസ് ഉണ്ട്. അപ്പോഴത്തേക്ക് ഓർബിറ്റ് വീഡിയോസ് എന്നാക്കാമെന്ന് പറഞ്ഞ് കൊടുത്തപ്പോഴത്തേക്ക് അങ്ങനെയും ഒരു ചാനലുണ്ട്. പിന്നെയാണ് ഓർബിറ്റ് വീഡിയോ വിഷൻ എന്ന് പറഞ്ഞ് കൊടുത്തപ്പോഴത്തേക്ക് അത് റെയറാണ്, പ്രശ്നമില്ല എന്ന് പറഞ്ഞു വന്നത്. അങ്ങനെയാണ് ഓർബിറ്റ് വീഡിയോ വിഷൻ എന്നുള്ള യൂട്യൂബ് ചാനലിലോട്ട് ഞാൻ എത്തുന്നത്. പിന്നെ ഈ ദൂരദർശനിലെ പഴയ പ്രോഗ്രാംസ്, അന്നൊന്നും എനിക്ക് കോപ്പി റൈറ്റിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും ഞാൻ അത്രയും ബോധവാനായിരുന്നില്ല. പക്ഷേ പാട്ട് അങ്ങനെയുള്ളതിനൊക്കെയാണ് അന്ന് കോപ്പി റൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അത് മാത്രമല്ല, ഈ കോപ്പി റൈറ്റിൽ പറയുന്നത് വേറൊരു കണ്ടന്റ് ഇടാൻ പാടില്ലെന്ന് പറയുന്നെങ്കിൽ യൂട്യൂബിൽ ഇല്ലാത്ത കണ്ടന്റുകളാണ് ഞാൻ ഇട്ടത്. ഇപ്പോൾ ദൂരദർശൻ ടെലികാസ്റ്റ് ചെയ്ത പ്രോഗ്രാം ആണെങ്കിലും ദൂരദർശൻ്റെ കയ്യിൽ പോലും അതിൻ്റെ കോപ്പീസ് ഉണ്ടായിരുന്നില്ല. ഇത് ഡയറക്റ്റ് ചെയ്തവരുടെയോ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തവരുടെ കയ്യിലും ഇതിൻ്റെ കോപ്പീസൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനങ്ങനെ ഇട്ടു. അതിൽ നിന്നും അത്ര വലിയ റവന്യൂ ഒന്നും വന്നിരുന്നില്ല. ഒരു $100 ഒക്കെ വെച്ച് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ വീഡിയോസ് ഇടാൻ തുടങ്ങി, ഒത്തിരി പേര് കാണാൻ തുടങ്ങി. അപ്പം അതിൽ നിന്ന് ചെറിയൊരു വരുമാനം വന്നപ്പോൾ എനിക്ക് കൂടുതൽ താല്പര്യം വന്നിട്ടാണ് കൂടുതൽ വീഡിയോസ് ഇടാൻ വീണ്ടും കേസറ്റുകൾ ക്ലീൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് നയൻതാരയുടെ ആദ്യത്തെ ഇൻ്റർവ്യൂ ഞാൻ ഇടുന്നത്. പിന്നെ MG ശ്രീകുമാർ സാറിൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ ഞാനാണ് ഇടുന്നത്. നവ്യ നായരുടെ ആദ്യത്തെ ഇൻ്റർവ്യൂ ഞാനാണ് ഇടുന്നത്. പിന്നെ സംയുക്ത വർമ്മയുടെ ആദ്യത്തെ ഇൻ്റർവ്യൂ ഞാനാണ് ഇടുന്നത്. അതുപോലെ തന്നെ പഴയ കാലത്ത് നമ്മൾ കണ്ടു മറന്ന കുറേ പരസ്യങ്ങളുണ്ടായിരുന്നു. അതിനെല്ലാം ഒരു ചെയിൻ വീഡിയോ പോലെ ആക്കി ഇട്ടു. ദൂരദർശൻ ടെലികാസ്റ്റ് ചെയ്ത ചിത്രഗീതം 1993 ഓണ സമയത്ത് നമ്മുടെ ജയറാം സാറാണ് അത് അവതരിപ്പിച്ചത്. അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇട്ടു. പിന്നെ കൂടുതൽ പത്രങ്ങളിലൊക്കെ എൻ്റെ പേര് വന്നില്ലെങ്കിലും ചാനലിൻ്റെ പേരിൽ ഒരുപാട് ആർട്ടിക്കിൾസൊക്കെ വന്നിട്ടുണ്ട്. അതിൽ ഈ പ്രേം നസീർ സാറിൻ്റെ അദ്ദേഹം മരണപ്പെട്ട് 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് നിത്യഹരിത നായകനെ കുറിച്ചിട്ടുള്ള ഒരു ഇതുണ്ട്. പ്രേം നസീർ സാറിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതും ഭയങ്കര വ്യൂ ആയിരുന്നു. അത് ഇന്ത്യൻ എക്സ്പ്രസ്സിലൊക്കെ അതിനെക്കുറിച്ച് ന്യൂസ് വന്നു. അതിനുശേഷം മോഹൻലാൽ സാറൊക്കെ അവതരിപ്പിച്ച കുറേ പ്രോഗ്രാംസ്, പിന്നെ MG ശ്രീകുമാർ സാറിൻ്റെയൊക്കെ ഇറക്കിയ ഒരു ഓഡിയോ കേസറ്റ്, പേര് ഞാൻ കൃത്യമായിട്ട് ഓർമ്മ, ഓണ സമയത്ത് എടുത്തതാണ്. അപ്പോൾ അതിൽ പാട്ടുകളെല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ട് ഒരു മലയാള പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ മിന്നാരം സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതിൽ ശോഭന മേഡം, മോഹൻലാൽ സാറ്, പിന്നെ തിലകൻ, അങ്ങനെയുള്ളവരാണ് ഓരോ പാട്ടിനെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ പാട്ടുകളുടെ കുറച്ച് കോപ്പിറൈറ്റ് വരുമെന്നുള്ളത് കൊണ്ട് കുറച്ച് ഭാഗങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോസൊക്കെ ഇട്ടു. അപ്പോൾ ഇതെല്ലാം അങ്ങനെ ഏറി ആൾക്കാർ കാണാനും ഒക്കെ തുടങ്ങി. അപ്പം ഇത് വൈറലായി എന്ന് തന്നെ പറയാം. ഇത് ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് വീഡിയോ ഇടുന്നതും, അല്ല യൂട്യൂബർ ആവണമെന്ന് എഴുതി വന്നതല്ല. അപ്പോൾ കുറേ കമൻറ്റുകൾ വരാൻ തുടങ്ങി, വീഡിയോ കേസറ്റ് ഞങ്ങളുടെ കയ്യിലും ഉണ്ട്, ഇത് ഞങ്ങൾക്ക് കൂടി ചെയ്തു തരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട്. അങ്ങനെയാണ് വീഡിയോ കേസറ്റ് കൺവേർഷനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ഉണ്ടാക്കി അതിലിട്ടു. അത് കണ്ടിട്ട് അങ്ങനെയും പിന്നെ പബ്ലിസിറ്റി കിട്ടി, കുറേ വർക്കുകൾ വന്നു. പിന്നെ ഇതുവരെയും വർക്കിന് കുറവൊന്നും വന്നിട്ടില്ല. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ സമയം എടുക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഓർബിറ്റ് വീഡിയോ വിഷൻ എന്ന പേര് യൂട്യൂബിന് കൊടുത്തതുകൊണ്ട് ഞാൻ ഈ സ്ഥാപനത്തിനും ഓർബിറ്റ് വീഡിയോ വിഷൻ എന്ന പേര് അതിനും ഒരു രജിസ്റ്റേർഡ് നെയിമായിട്ട് മാറ്റി. നമ്മളിപ്പോൾ കിടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഫീൽഡിലേക്കൊക്കെ എത്തുമ്പം ഒരുപാട് വെല്ലുവിളിയുണ്ട്. പ്രധാനമായിട്ടും ആളുകളെയൊക്കെ തന്നെയും ഒരുപാട് സ്കാംസിലേക്കൊക്കെ തന്നെ, അതായത് ഞങ്ങളിങ്ങനെ ചെയ്തു തരാം, മിതമായ നിരക്കിൽ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞ് ആളുകളുടെയൊക്കെ വിലപ്പെട്ട ഓർമ്മകളാണ് അതിങ്ങനെ വാങ്ങിയിട്ട് അത് നശിച്ചു പോകുന്ന പോലെ അവസ്ഥയിലായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സ്കാംസും ഇതിന് പിന്നിലുണ്ട്. അങ്ങനത്തെ ഒരുപാട് വെല്ലുവിളികളൊക്കെ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ആളുകളൊക്കെ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ടോ ഇതുപോലെ സ്കാമിൽ പെട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ട്. ഒത്തിരി പേര് കേസറ്റ് കൺവേർഷൻ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഫംഗസിനെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാൻ അറിയണം.
അത് മാത്രമല്ല നമ്മൾ ഈ നമ്മുടെ ഡിജിറ്റൽ സ്റ്റോറേജ് ഡിവൈസുകൾ പോലെ അല്ല ഈ VCRൽ ഇടുന്ന അല്ലെങ്കിൽ മാഗ്നറ്റിക് ടേപ്പുകൾ എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ടേപ്പുകളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് സർഫസ്, വളരെ തിക്നെസ് കുറഞ്ഞ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ, മൈലാറണ മെറ്റീരിയൽ, അതിൽ ഈ മാഗ്നറ്റിക് കണ്ടന്റ് കോട്ട് ചെയ്തിരിക്കുകയാണ്. അതിലാണ് ഈ വീഡിയോ ഇൻഫർമേഷൻ ഇരിക്കുന്നത്. അപ്പം നമ്മൾ വളരെ കെയർലെസ് ആയിട്ട് ഈ ഫിലിം ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഫിസിക്കൽ ഡാമേജുകൾ വരും. ഫിസിക്കൽ ഡാമേജുകൾ പല രീതിയിലുമുണ്ട്. ഒന്ന് നമ്മുടെ കൈ കൊണ്ട് പിടിച്ചിട്ട് പോവുക, പിന്നെ VCR കണ്ടീഷൻ അല്ലാത്ത അലൈൻമെൻറ്റൊക്കെ മാറിയുള്ള VCRലൊക്കെ ഈ കേസറ്റ് അനാവശ്യമായി പ്രോപ്പർ മെത്തേഡിലല്ലാതെ കുത്തിക്കയറ്റി എഡ്ജസൊക്കെ മടങ്ങി പോകുന്ന പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും റിക്കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഉള്ള കേസറ്റുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് പല സ്ഥലത്തും കൊടുത്ത് പറ്റിപ്പോയതാണ്. ബോധപൂർവം നമ്മൾ, എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ വന്നിട്ടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ ടേപ്പിൽ VHSൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, 3 ഇൻഫർമേഷനാണ് പോകുന്നത്. മേളിലായിട്ട് ഓഡിയോ സിഗ്നൽ, ഇപ്പോൾ വീഡിയോ കേസറ്റ് എടുക്കുകയാണെങ്കിൽ എൻ്റെ മേൽഭാഗത്തായിട്ട് ഓഡിയോ സിഗ്നൽ, നടുക്കായിട്ടാണ് ഒരു ഹൊറിസോണ്ടൽ ഒരു 45 ഡിഗ്രി ആംഗിളിലാണ് വീഡിയോ ഇൻഫർമേഷൻ വരുന്നത്. ഏറ്റവും താഴെ ഒരു സിങ്ക് പൾസ് എന്ന് പറഞ്ഞൊരു വരും. ആ സിങ്ക് പൾസ് വരുന്ന ഭാഗം വളഞ്ഞു കഴിഞ്ഞാൽ VCRൽ എപ്പോഴും വെട്ടൽ തന്നെയായിരിക്കും. ട്രാക്കിംഗ് ഇഷ്യൂ വരും. അത് ആ സിങ്ക് പൾസ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാക്കിംഗ് സിഗ്നലാണ്. അപ്പോൾ ഇത് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാമെന്നുള്ള ഒരാളിന് മാത്രമേ ഇത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത് അറിഞ്ഞുകൂടാത്ത ആൾക്കാരുടെ കയ്യിൽ കേസറ്റ് കിട്ടുകയാണെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാറുണ്ട്. പിന്നെ കേസറ്റിൽ അബദ്ധത്തിൽ ഒരു ഏതെങ്കിലും ടേപ്പ് റെക്കോർഡറിൻ്റെ മേളിലോ ഈ മാഗ്നറ്റ് ആയിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് വരികയാണെങ്കിൽ ഇൻഫർമേഷൻസ് ഇറേസ് ആയി പോകും. അങ്ങനെ പറ്റിയിട്ടുള്ള ചിലപ്പോൾ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് പറ്റിയതാവാം. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫംഗസ് ഒത്തിരി വന്നു കഴിഞ്ഞാൽ ഫംഗസ് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് പ്ലേ ചെയ്യാൻ പറ്റത്തില്ല. എന്നിട്ട് ഇപ്പം ആരുടെ കയ്യിലും പ്ലെയറുകളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഏതെങ്കിലും ഒരു സ്റ്റുഡിയോയിൽ എവിടെയെങ്കിലും കൊണ്ടുകൊടുത്ത് അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഈ ആൽക്കഹോൾ പോലുള്ള സംഭവങ്ങളുണ്ട് ഇതിൻ്റെ സർഫസ് റബ്ബ് ചെയ്തിട്ട് പ്ലേ ചെയ്ത് വെട്ടലോടുകൂടി കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എന്നിട്ട് അവർ പറയുന്നത് ഒത്തിരി വർഷം പഴക്കം ചെന്ന കേസറ്റാണ്, ഒരിക്കലും അതിൽ നിന്ന് ഡാറ്റ എടുക്കാൻ കഴിയില്ല, ഇത്രയും കിട്ടിയത് തന്നെ നിങ്ങളുടെ ഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മിസ്ലീഡ് ചെയ്യിപ്പിച്ചിട്ട് പറ്റിക്കപ്പെടാറുണ്ട്. അങ്ങനെ പോയ ഒരുപാട് കേസറ്റ് ഇവിടെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്പെഷ്യലി നമ്മുടെ മലയാളികളുടെ ഒരു പ്രശ്നം, അവർക്ക് ഇന്ന് കിട്ടണം. ആർക്കും ക്ഷമയോടെ കാത്തിരിക്കുന്നു പറഞ്ഞാൽ കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട ഒരു വർക്കാണ്. 20-25 വർഷം അലമാരയിലോ തട്ടിൻ്റെ മേളിലോ കിടന്ന ഒരു കേസറ്റ് നമ്മുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ വിളി തുടങ്ങും എന്തായി എന്നുള്ളത്. നമ്മൾ ചെയ്തു കൊടുക്കാൻ മടിയായതുകൊണ്ടല്ല, ഈ പ്രോസസ്സിങ് കുറച്ച് സമയം എടുക്കുന്നത്. അതും ഇതിൽ എന്ത് കൂടുതലാണ്, 1 മണിക്കൂർ പണ്ടത്തെ വെഡിങ് ഒന്നല്ല, ക്രിസ്ത്യൻ മാരേജ് ഒക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഹിന്ദു മാരേജ് ഒക്കെ ആണെങ്കിൽ 1.5 മണിക്കൂറൊക്കെ വരാറുള്ളൂ. മുസ്ലിം കമ്മ്യൂണിറ്റിയുടേതും ഏതാണ്ട് 1.5-1.25 മണിക്കൂറൊക്കെ. ക്രിസ്ത്യൻ മാരേജ് കുറച്ച് ഡ്യൂറേഷൻ കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പള്ളിയുടെ പ്രാർത്ഥന അങ്ങനെയൊക്കെ വരുമ്പോൾ 2-2.5 മണിക്കൂറൊക്കെ വരാറുണ്ട്. അപ്പോൾ അത്രയും ലെങ്തിൽ ടേപ്പ് ക്ലീൻ ചെയ്യണം. പിന്നെ നമുക്കിതിൻ്റെ എൻഡ് പോർഷൻ എവിടെയാണെന്ന് നമുക്ക് അറിയത്തില്ല. ഒന്നുകിൽ കസ്റ്റമർ പറയണം 1.5 മണിക്കൂറേ ഉള്ളെങ്കിൽ അത്രയും ഭാഗം മാത്രം നമ്മൾ ക്ലീൻ ചെയ്താൽ മതി. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഫുള്ള് ഫിലിം ക്ലീൻ ചെയ്തിട്ടായിരിക്കും ഇതിൻ്റെ എൻഡ് പോർഷൻ കണ്ടുപിടിക്കുന്നത്. അത് മാത്രമല്ല, ഒരു തവണയല്ല, ചിലപ്പോൾ മൾട്ടിപ്പിൾ ടൈം ക്ലീൻ ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് സമയമെടുക്കും. ചിലപ്പോൾ ഒരു പ്ലെയറിലായിരിക്കത്തില്ല, മാറി മാറി പല പ്ലെയറിലിട്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ ഈ ഡേറ്റാസ് എടുക്കുന്നത്. അത് അത്രയും സമയമെടുക്കും. പക്ഷെ ബിഹൈൻഡ് ദ സ്ക്രീൻ എന്താണെന്നുള്ളത് കസ്റ്റമേഴ്സ് അറിയാറില്ല. പിന്നെ എല്ലാ സാങ്കേതിക വശങ്ങളും നമുക്ക് ചെറിയ ട്രേഡ് സീക്രട്സ് ഉള്ളതുകൊണ്ട് എല്ലാം വിശദീകരിക്കാനും കഴിയാറില്ല. ഈ പറഞ്ഞതുപോലെ പറ്റിക്കപ്പെടുന്നവർ ഒരുപാട് പേര് ഇന്നും പറ്റിക്കപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇപ്പം കാസറ്റ് കൺവേർട്ട് ചെയ്യാൻ ഒരാൾക്ക് താല്പര്യമുണ്ട്, തിരുവനന്തപുരത്ത് അല്ലാത്തൊരു വ്യക്തിയാണ്, എങ്ങനെയാണ് അങ്ങയിലേക്ക് എത്താൻ സാധിക്കുക? ഇപ്പം ദൂര സ്ഥലത്തു നിന്നെല്ലാം കേസറ്റ് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് കേരളത്തിന് അകത്തുനിന്ന് മാത്രമല്ല, കേരളത്തിന് പുറത്തുനിന്നും ജില്ലയ്ക്ക് പുറത്തുനിന്നും, അതായത് തിരുവനന്തപുരം വിട്ടും കേസറ്റുകൾ വരാറുണ്ട്. ജമ്മു കാശ്മീരിൽ നിന്നും കേസറ്റ് വന്നിട്ടുണ്ട്. അത് കൊറിയറിൽ ഇപ്പം നമ്മുടെ നമ്പരോ അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സോ അല്ലെങ്കിൽ വാട്സാപ്പ് നമ്പരോ കിട്ടുന്ന ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ കൊറിയർ ഫസ്റ്റ് പ്രയോറിറ്റി കൊറിയറിനാണ് കൊടുക്കുന്നത്. അത് നമ്മുടെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഫഷണൽ കൊറിയർ, DTDC അങ്ങനെയുള്ള അതിന്, അല്ലെങ്കിൽ പോസ്റ്റൽ സർവീസ് വഴി. ഇപ്പോൾ പോസ്റ്റൽ വഴി പാഴ്സൽ അയക്കാൻ പറ്റും. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ ഈ കേസിൻ്റെ കണ്ടീഷനൊക്കെ ഞാൻ ചോദിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറെ എവിടെയെങ്കിലും കൊടുത്തതാണ്. അപ്പം ചില സ്റ്റുഡിയോക്കാർക്കൊരു പ്രശ്നമുണ്ട്, അവരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർക്കൊരു വേറെ എവിടെയെങ്കിലും കൊടുത്ത് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാണക്കേടായി പോകുമോ എന്നുള്ള ഈഗോ വർക്കൗട്ട് ചെയ്യും. അത് കാരണം ഇവരെന്തെങ്കിലും ഈ പറഞ്ഞ പോലെ രീതിയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും കസ്റ്റമറിന് തിരിച്ചു കൊടുക്കുന്നത്. അങ്ങനെ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അന്വേഷിക്കാറുണ്ട്. കാരണം അവിടെ നിന്നേ ഇത് ഡാമേജ് ആയിട്ടാണ് ഈ സാധനം വരുന്നതെങ്കിൽ പിന്നെ നമ്മൾ എത്ര ശ്രമിച്ചാലും ചെയ്യാൻ പറ്റത്തില്ല. അവസാനം നമ്മളും പേര് ദോഷമാകുമെന്ന് കരുതിയിട്ട് ആദ്യം ഇതിൻ്റെ കണ്ടീഷൻ എന്താണെന്നൊക്കെ ചോദിക്കും. പിന്നെ അവരോട് എല്ലാവരോടും പറയുന്ന സമയം നമുക്കൊരു ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട്. ഇതെല്ലാം പറഞ്ഞിട്ട് ഒരു വില്ലിങ് ആണെങ്കിൽ മാത്രമാണ്
കേസറ്റ് നമ്മൾ വാങ്ങാറുള്ളത്. പിന്നെ ആരിൽ നിന്നും അഡ്വാൻസോ അങ്ങനെയൊന്നും വാങ്ങാറില്ല. അത് ഞാൻ ഇത്രയും തുകയാണ്, കാരണം ഈ കെമിക്കൽസിനൊക്കെ നല്ല തുകയാണ്, വലിയൊരു പ്രോസസ്സാണ്. ആ അഡ്വാൻസ് ഒന്നും വാങ്ങാതെ എങ്ങനെയാണ്? പരസ്പര വിശ്വാസത്തിന്റെ പുറത്താണ് ചെയ്യുന്നത്. പക്ഷേ ചെയ്തിട്ട് എടുക്കാത്ത ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ എനിക്കതിൽ ഒരുപാട് നഷ്ടം വരും. കാരണം ഇത് 1/2 ലിറ്റർ കെമിക്കൽ, ഞാൻ പറഞ്ഞില്ല സ്പെഷ്യൽ ടൈപ്പ് കെമിക്കലാണ് നമ്മളതിൽ യൂസ് ചെയ്യുന്നത്. 1/2 ലിറ്റർ കെമിക്കൽ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഏതാണ്ട് 2600 രൂപയോളം നമുക്കാവും. 1.5 മണിക്കൂർ ദൈർഘ്യമുള്ളൊരു വീഡിയോ കേസറ്റ് ക്ലീൻ ചെയ്യാൻ മിനിമം 1500 രൂപയുടെ കെമിക്കൽ വേണം. അപ്പോൾ ചിലർ എടുക്കും, ചിലർ എടുക്കാറില്ല. ഇപ്പോഴും 3-4 വർഷമായിട്ട് എടുക്കാത്ത ആൾക്കാരും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നഷ്ടം തന്നെയാണ്. പക്ഷേ എല്ലാവരെയും വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ചെയ്യുന്നത് കാരണം അഡ്വാൻസോ അങ്ങനെയൊന്നും വാങ്ങിക്കാറില്ല. അതിലെനിക്ക് ഭീമമായ തുക എനിക്ക് നഷ്ടം സംഭവിച്ചിട്ടുമുണ്ട്. ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു ഓർമ്മ അതെന്തായിരിക്കും? മറക്കാൻ പറ്റാത്ത ഒരുപാട് ഓർമ്മകളുണ്ട്. അതിൽ ഇപ്പം ഓർമ്മയിൽ നിൽക്കുന്ന ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ചലച്ചിത്ര തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്ന ഡെന്നീസ് ജോസഫ് സാറിൻ്റെ കല്യാണ കേസിൽ ഞാനാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ അലമാരി എന്തൊക്കെ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ജോസ് ഡെന്നീസ് എന്നാണെന്ന് തോന്നുന്ന കുട്ടിയുടെ പേര്, പുള്ളിയുടെ കയ്യിൽ കേസറ്റ് കിട്ടുന്നു. അപ്പോൾ ഫാദർ വേറെ ആരും ഇത് കാണിക്കാൻ സമ്മതിച്ചിട്ടില്ല എന്നാണ് പുള്ളി അന്ന് എന്നോട് പറഞ്ഞത്. ഈ ഡെന്നീസ് ജോസഫ് സാറ് ഇതൊന്നും ആരെയും കാണിക്കാനൊന്നും താല്പര്യം ഉണ്ടായിരുന്ന ആളായിരുന്നില്ല അദ്ദേഹം. അപ്പോൾ ഇത് എന്നെ കുറിച്ച് പയ്യനെ അറിയില്ലായിരുന്നു. അപ്പം ഈ ജോസ് ഡെന്നീസ് വേറെ എവിടേക്ക് ഇത് അന്വേഷിച്ചപ്പോൾ കോഴിക്കോട് എറണാകുളത്ത് എവിടെ ഒരു സ്ഥലത്ത് അവിടെ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവർ 7000 രൂപ എന്തോ ചോദിച്ചു. പക്ഷേ എത്ര ഭാഗം കിട്ടുമെന്നോ ഒന്നും അറിയത്തില്ല. കിട്ടുന്ന അത്രയും എടുത്തു കൊടുക്കാം. ഫുള്ളായിട്ട് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും ഒരു ഗ്യാരണ്ടി ആയിട്ട് കൊടുത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആരോ അറിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു എന്നെ വിളിച്ചപ്പോഴത്തേക്കും ഞാനത് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. അന്ന് എനിക്ക് എൻ്റെ സർവീസ് ചാർജ് 2500 രൂപയായിരുന്നു വിത്തൗട്ട് പെൻ ഡ്രൈവ്. അത് സമയം വേണമെന്ന് പറഞ്ഞ് 2 കേസറ്റ്, എൻഗേജ്മെൻറ്റിൻ്റെ ഒരു കേസറ്റ് ആയിരുന്നു, കല്യാണത്തിൻ്റെ അത് ഒരുവിധപ്പെട്ട എല്ലാ ചലച്ചിത്ര താരങ്ങളും പങ്കെടുത്ത കല്യാണമാണ്. അത് ചെയ്തു കൊടുത്തു. അതിനുശേഷം പുള്ളിക്കാരെ ഞാൻ കൊറിയർ ചെയ്ത് കൊടുത്തു. കണ്ടിട്ട് വിളിച്ച് പറഞ്ഞു നല്ല ക്വാളിറ്റി ഉണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. എന്നിട്ട് ആ പയ്യൻ തന്നെ അവരെല്ലാം ഈ ജോസ് പ്രകാശ് സിനിമ അവരുടെയൊക്കെ റിലേറ്റീവ്സാണ്. അദ്ദേഹത്തിൻ്റെ ജോസ് പ്രകാശ് സാറിൻ്റെ മകൻ്റെ ഒരു കല്യാണ കേസറ്റ് ബാംഗ്ലൂർ എവിടെയാണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് കൊടുത്തിട്ടൊന്നും ശരിയാവുന്നില്ല എന്ന് പറഞ്ഞു വന്നു. പക്ഷെ അതെല്ലാം 80കളുള്ള കേസറ്റ്. അപ്പോൾ അന്നത്തെ ക്യാമറയ്ക്ക് ലിമിറ്റേഷനുണ്ട്, ക്ലാരിറ്റിയിലൊക്കെ ചെറിയ വേരിയേഷൻസ് വന്നു. പക്ഷേ ഫുള്ള് ഞാൻ ഡാറ്റ എടുത്ത് കൊടുത്തു. അതാണ് ഒരു അനുഭവം. പിന്നെ അച്ഛനും അമ്മയും മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് മക്കൾ കൊണ്ടുവരാറുണ്ട്. എൻ്റെ അമ്മയും അച്ഛനും ഇപ്പം ജീവിച്ചിരിപ്പില്ല, അവരുടെ വീഡിയോ ആണിത്, അന്ന് എങ്ങനെയെങ്കിലും റിക്കവർ ചെയ്ത് തരണമെന്ന് പറഞ്ഞിട്ട് വരുന്നതുണ്ട്. അങ്ങനെ വന്നിട്ടുള്ളതുണ്ട്. പിന്നെ ഒരേ ഒരു മകൻ, സ്ഥലവും ആൾക്കാരുടെ പേരൊന്നും പറയുന്നില്ല. അച്ഛനും അമ്മയും സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസാണ്. അത്യാവശ്യം നല്ല അപ്പർ ക്ലാസ് ഫാമിലിയിൽപ്പെട്ട വീട്ടുകാർ. ഒരേ ഒരു മകനേ ഉള്ളൂ. കോളേജിൽ പഠിച്ച സമയത്ത് കൂട്ടുകാരുമായിട്ട് ബൈക്കിലൂടെ ഇറങ്ങാൻ പോയി ആക്സിഡൻ്റ് മകൻ മരണപ്പെട്ടു. ആകെയുള്ള മകനാണ്. അപ്പോൾ ആ പയ്യൻ്റെ ബർത്ത്ഡേയുടേത് അങ്ങനെയൊക്കെയുള്ള ഒത്തിരി വീഡിയോ കേസറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കത് കാണാനൊരാഗ്രഹം. അവർ ഒരുപാട് സ്ഥലത്ത് കൊണ്ടുപോയി. അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഫംഗസിൻ്റെ കേസ് നേരത്തെ പറഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എൻ്റെ കൊണ്ടുവന്നു. ഞാൻ ഫുള്ള് ചെയ്തു കൊടുത്തു. ഞാൻ ചോദിച്ച പൈസേനേക്കാളും കൂടുതലൊന്നും ഞാൻ ആ പൈസ തിരിച്ചു കൊടുത്തു. അത് വേറെ കാര്യം. നമുക്കൊരു സർവീസ് ചാർജ് ഉണ്ട്, അതിൽ കുറച്ചും ഞാൻ ആരിൽ നിന്നും വാങ്ങാറില്ല, കൂടുതലും വാങ്ങാറില്ല. ഇവിടെ വന്ന് ആ വീഡിയോസ് ഇവിടെ എൻ്റെ മുമ്പ് വരുന്ന രക്ഷകർത്താക്കൾ കരയുന്നത് ഒരു വേദനയായിട്ടൊന്നും എൻ്റെ മനസ്സിൽ ഓർമ്മകളിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒരു ദുരനുഭവം ഒന്നിൽ കൂടുതൽ ദുരനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. 1984 ഒരു വിവാഹ വീഡിയോ കേസറ്റ്. അപ്പോൾ അത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു അറിയപ്പെടുന്ന ഒരു ഫാമിലി പെട്ട ഒരു ആളുടേതാണ്. പ്രേം നസീർ സാറ്, സിക്കുറിശി സാറൊക്കെ പങ്കെടുത്ത ഒരു കല്യാണം. അപ്പം നമുക്ക് ഊഹിക്കാമല്ലോ അവരുടെ എത്രത്തോളം കോണ്ടാക്ട്സ് ഉള്ള ഫാമിലിയാണെന്നുള്ളത്. അവർ ആ ലേഡിയുടെ ഹസ്ബൻഡ് മരണപ്പെട്ടുപോയി. മക്കളെല്ലാം അമേരിക്കയിലാണ്. ഈ കേസറ്റ് എങ്ങനെയെങ്കിലും 84 കല്യാണം ഒന്ന് കൺവേർട്ട് ചെയ്ത് കാണണം, അതാണ് അവരുടെ ആഗ്രഹം. ഇതുമായിട്ട് ഇവരുടെ സിസ്റ്റർ ബാംഗ്ലൂർ താമസിക്കുന്നുണ്ട്. തിരുവനന്തപുരം എറണാകുളത്തെല്ലാം കൊടുത്തിട്ട് ഫംഗസാണ്, ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആരോ പറഞ്ഞത് ബാംഗ്ലൂർ ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെ സിസ്റ്ററിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് ബാംഗ്ലൂർ ഈ പറഞ്ഞ ഏതൊരു സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി. അവിടെ വെച്ചിട്ട് അവർ നോക്കിയിട്ട് പറഞ്ഞ് ഫംഗസാണ്, ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവർ പറഞ്ഞ് ഡൽഹിയിൽ എവിടെയോ ചെയ്യുമെന്ന് പറഞ്ഞ് ഇത് അവിടെ നിന്ന് നേരെ ഡൽഹിയിൽ പോയി അവിടെ കൊടുത്തു. അവിടെ നിന്നും അവർക്ക് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തു. ആ ഡൽഹിയിലുള്ള സ്റ്റുഡിയോക്കാർ പറഞ്ഞ് അമേരിക്കയിൽ ഇതിനുള്ള ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട് എന്ന് പറയും. പിന്നെ മൂത്ത മകളെ എന്തൊക്കെ സംസാരിച്ചിട്ട് ഈ കേസറ്റ് ഈ പറഞ്ഞ ആൾ അമേരിക്കയിൽ പോയി. അവിടെ ഏതൊക്കെയോ 3-4 സ്റ്റുഡിയോകൾ കൊടുത്തപ്പോൾ അവർ പറഞ്ഞ് ഇത് ഒരിക്കലും റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ പുള്ളിക്കാരിക്ക് ഇത് കളയാൻ മനസ്സൊന്നുമില്ല. പുള്ളിക്കാരി ഇത് തിരിച്ച് ഇപ്പോൾ എന്തായാലും ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, നഷ്ടപ്പെടുത്തുണ്ടല്ലോ എന്ന് കരുതിയിട്ട് കൊണ്ടുവന്നു. ആരോ പറഞ്ഞ് എന്നെക്കുറിച്ച് അറിഞ്ഞിട്ട് അവരുടെ ഡ്രൈവറും അവരുമായിട്ട് ഒരു ദിവസം ഇവിടെ വന്നു.
കേസറ്റ് തന്നു. ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ചെയ്തു തരാം. ചെയ്ത് തന്നില്ലെങ്കിൽ ഞാൻ പൈസ തരേണ്ട കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞു 1 രൂപയും തരണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഫുള്ള് അത് കൺവേർട്ട് ചെയ്തു. ഫുള്ള് കൺവേർട്ട് ചെയ്ത് ഏതാണ്ട് 2 മണിക്കൂറോളം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ പ്രശസ്തരായിട്ടുള്ള സിനിമാക്കാരെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. എനിക്കൊന്ന് ഇവരുമായിട്ട് ഫിലിം ഇൻഡസ്ട്രിയായിട്ട് ബന്ധമുള്ള ആരെങ്കിലും ആയിരിക്കാം. ഫുള്ള് ചെയ്തു കൊടുത്തു. ഞാൻ പറഞ്ഞ പൈസ എനിക്ക് തന്നു. കേസറ്റെല്ലാം വാങ്ങി താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് പോയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് എന്നെ ഇത് കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ HD ചാനൽസ്, കുറേ മലയാളം ചാനൽ, മഴവിൽ മനോരമ, അങ്ങനെയൊക്കെയുള്ള കുറേ ചാനൽസിൻ്റെ പേര് പറഞ്ഞു. അതിൽ കാണുന്ന ആ ക്വാളിറ്റി ഇതിലില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു. കാരണം ഇത് 84 റെക്കോർഡ് ചെയ്ത കല്യാണ കേസറ്റാണ്. 84 HD ക്യാമറയോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അന്നത്തെ ക്യാമറയ്ക്ക് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ക്വാളിറ്റി കുറയുന്നത്. ക്വാളിറ്റി കുറവല്ല, മേഡം LCD LED TV-യിലിട്ട് കാണുന്നുണ്ടെന്ന്, പിക്ചർ ടു TV-യിലിട്ട് കണ്ടു കഴിഞ്ഞാലും നല്ല റിസൾട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി അതിലൊന്നും മനസ്സിലാകുന്നില്ല എന്ന് മാത്രമല്ല, ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും പുള്ളിക്കാരി അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറില്ല. ഒരു കാര്യം ശ്രദ്ധിക്കണം, ചെയ്യാനേ പറ്റില്ല എന്ന് പറഞ്ഞ് മടക്കി കൊടുത്തതാണ്. കുറച്ച് കഴിഞ്ഞ് ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡ്രൈവറും വേറെ കുറേ ആൾക്കാരുമായിട്ട് ഇവിടെ വന്നു. ഞാൻ അവരെ ചീറ്റ് ചെയ്തു, പൈസ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പം വന്ന ആൾക്കാർക്ക് കുറച്ച് ബോധം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അവരുടെ ആ കേസറ്റും കൂടെ കൊണ്ടാണ് വന്നത്. ആ കേസറ്റ് VCR-ലിട്ട് ഞാൻ പ്ലേ ചെയ്തു, അവരെ LCD TV-യിലിട്ട് കാണിച്ചു, പിക്ചർ ടു TV-യിലിട്ട് കാണിച്ചു. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി. അപ്പം അവർ തന്നെ പറയുന്നുണ്ട് LCD TV-യിൽ കാണുന്നതിനെക്കാളും ബെറ്റർ ക്വാളിറ്റിയാണ് CRT-യിൽ കാണാനെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ കൺവേർട്ട് ചെയ്ത പെൻഡ്രൈവും CD-യും കൂടെ പ്ലെയറിലിട്ട് പ്ലേ ചെയ്തു. LCD-യിലും കാണിച്ചു, LED-യിലും കാണിച്ചു. എന്നിട്ട് ഇത് രണ്ടും കേസറ്റ് VCR-ലിട്ടും പ്ലേ ചെയ്തു, പെൻഡ്രൈവും ഇട്ട് കണക്ട് ചെയ്ത് പ്ലേ ചെയ്തിട്ട് ഏതാണ് ക്ലാരിറ്റി എന്ന് ചോദിച്ചു. ഇത് രണ്ടും കണ്ടിട്ട് പറഞ്ഞു പെൻഡ്രൈവിലേതാണ് ക്ലാരിറ്റി കൂടുതൽ. ഞാൻ പറഞ്ഞു എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി തന്നിട്ടുണ്ട്. അപ്പം വന്ന ആൾക്കാർ ഇത് മനസ്സിലായതുകൊണ്ട് പിന്നെ പ്രശ്നങ്ങളൊന്നും, ഞാൻ പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പൈസ തിരിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പോയതുകൊണ്ട് പിന്നെ സമയത്തിന് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സമയം തരണം, ഡാറ്റ 100% ഞാൻ ഡാറ്റ റിക്കവർ ചെയ്യാം. ചില കേസറ്റുകൾ ഒത്തിരി ഫംഗസ് ആണെങ്കിൽ മൾട്ടിപ്പിൾ ടൈം ക്ലീൻ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ ഈ കേസറ്റിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിലായിരിക്കും ആ കെമിക്കൽ അപ്ലൈ ചെയ്യുന്നത്. ആ കെമിക്കലിൻ്റെ കോൺസെൻട്രേഷൻ ചിലപ്പം അകത്തോട്ടുള്ള ഫംഗസിനെ റിമൂവ് ചെയ്യാൻ പാകത്തിനുള്ളതായിരിക്കില്ല, നമുക്ക് അറിയാനും പറ്റത്തില്ല. ഫുൾ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് പ്ലേ ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പം പകുതി കഴിയുമ്പോൾ വെട്ടൽ വരുന്നത്. അങ്ങനെ വരുമ്പോൾ അവിടെ വീണ്ടും നമുക്ക് മാനുവലി ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇത് മാത്രം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മറ്റുള്ള വർക്കും പെൻഡിങ്ങിലാണ്. അപ്പോൾ ഇതിനൊരു ബ്രേക്ക് നമ്മൾ കൊടുക്കും. പിന്നെ ഈ കെമിക്കലെല്ലാം വീണ്ടും സെറ്റ് ചെയ്തെടുക്കണം. ആ സമയം ലാഭിക്കാനായിട്ട് ഈ വേറെ വർക്ക് എടുത്ത് ചെയ്തിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു ലാഗ് വരും, അത് കസ്റ്റമറിനെ അറിയിക്കാറുണ്ട്. പക്ഷേ ബിഹൈൻഡ് ദ സ്ക്രീൻ എന്താണെന്ന് അറിയാതെ ഇവരുടെ എല്ലാം ധാരണ പണ്ട് VCR-ൽ കേസറ്റിട്ട് പ്ലേ ചെയ്തതുപോലെ പെട്ടെന്ന് പ്ലേ ചെയ്ത് കിട്ടുന്ന ഒരു സംഭവമാണെന്നുള്ള ധാരണയുടെ പുറത്താണ്, ഈ തെറ്റിദ്ധാരണയുടെ പുറത്ത്, ധാരണയല്ല തെറ്റായ ധാരണയുടെ പുറത്താണ് പറയുന്നത്. അങ്ങനെ വഴക്ക് പറഞ്ഞിട്ടുള്ളവരുമുണ്ട്. അതിനും പുറത്ത് മറ്റൊരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ ജോലി ചെയ്യുന്നതിന്റെ ഗ്യാപ്പിലാണ് വൈകുന്നേരങ്ങളിലൊക്കെ ചെയ്യുന്നത്. അത് എങ്ങനെയാണ് ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യുന്നത്? ശരിക്കും ഒരു താല്പര്യം എന്നുള്ളൊരു കാര്യം അതുകൊണ്ട് മാത്രമല്ല ഇത് ചെയ്യുന്നത്. അതെ, തീർച്ചയായിട്ടും. ഇതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതൊരു പാഷനും കൂടെയാണ്. അത് മാത്രമല്ല, നമ്മൾ പുതിയ ഒരു സിനിമ നമ്മൾ തിയേറ്ററിൽ പോയിരുന്ന് കാണുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് ആസ്വാദ്യമായിട്ട് തോന്നുന്നത് പഴയ കാലത്തെ വിവാഹ വീഡിയോകൾ കാണുമ്പോഴാണ്. കാരണം അന്നത്തെ നമ്മുടെ നാട്ടുകാർ ഒരുപക്ഷെ ചിലപ്പോൾ നമുക്ക് അറിയാവുന്ന കേസറ്റുകൾ വരും കൺവേർട്ട് ചെയ്യാൻ, റിലേറ്റീവ്സിൻ്റെയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ. അപ്പം നമ്മുടെ നാട് അല്ലെങ്കിൽ അന്ന് ഉണ്ടായിരുന്ന നമ്മുടെ ആൾക്കാരുടെ കൾച്ചർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ നാടിൻ്റെ പ്രകൃതി ഭംഗി, പിന്നെ ഇന്നത്തെ പോലെ ലക്ഷറിയസ് ആയിട്ടുള്ള കല്യാണങ്ങളൊന്നും ആയിരുന്നില്ല. ഒരു പേപ്പർ പ്ലേറ്റിൽ ഒരൽപ്പം മിക്സ്ചർ, ഒരു ചെറിയ ബിസ്ക്കറ്റ്, ഒരു നേന്ത്രപ്പഴം അല്ലെങ്കിൽ കപ്പപ്പഴം, പിന്നെ നമ്മുടെ പേപ്പർ, ഒരു രണ്ട് സൈഡ് കേക്ക്, അങ്ങനെയൊക്കെയുള്ള വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച്, ക്വാണ്ടിറ്റി സാധനങ്ങൾ വെച്ചിട്ടുള്ള കല്യാണങ്ങളായിരുന്നു. അതൊക്കെ കാണുമ്പോഴാണ്, ഇപ്പോഴത്തെ തലമുറയ്ക്ക് അത് അറിയണമെന്നില്ല, അതൊക്കെ കാണാൻ വലിയ ഇഷ്ടമാണ്. പിന്നെ അന്നത്തെ അംബാസിഡർ കാർ, അതിലുള്ള ഈ പെണ്ണും ചെറുക്കനും പോകുന്ന, ഇന്നത്തെ പോലെ സേവ് ദ ഡേറ്റ് ഒന്നും അന്നില്ല. അതൊക്കെ കാണുമ്പോൾ ഒരു വലിയ സന്തോഷം. പണ്ടത്തെ ലവ് സീനൊക്കെ അത് നമുക്ക് ശരിയൊരു ഈ രഞ്ജിത്ത് പ്രേമത്തിന് എന്നൊക്കെ പറയുന്നതിന് തുല്യമായ രീതിയിലാണ് അന്നത്തെ വീഡിയോ ചിത്രീകരണം. അതിപ്പോ ഓരോ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള എൻ്റർലി ഡിഫറൻ്റ് ആണ്. കാര്യം ഓരോ സ്ഥലത്തെയും കൾച്ചർ മാറുന്നതനുസരിച്ചിട്ട് പിന്നെ ക്യാമറാമാൻ്റെ ഭാവന സങ്കല്പങ്ങൾ അവരിൽ പറയുമ്പോൾ അവരൊരു അല്പം ജാളിയതോടുകൂടിയാണ് ഇതിലെല്ലാം അഭിനയിക്കുന്നത്. അവരൊന്നും അഭിനയ രംഗത്തുള്ളവരല്ലല്ലോ, അതിൻ്റെതായ ന്യൂനതകളെല്ലാം. പക്ഷേ ഇന്ന് കാണുമ്പോൾ അതെല്ലാം നല്ല നമുക്ക് ആസ്വദിക്കാനോ അല്ലെങ്കിൽ തമാശ രൂപേണ കാണാൻ പറ്റുന്ന രീതിയിലുള്ള സീൻസാണ് അതിൽ വരുന്നത്. ഏറ്റവും വലിയ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ചെയ്തു കൊടുക്കുമ്പോൾ അവർ സമയത്ത് കൊടുത്തില്ല എന്നുള്ളൊരു പരാതി എന്നെ കുറിച്ചുള്ളൂ.
ആരും ഞാൻ ചെയ്തു കൊടുത്ത ക്വാളിറ്റി കുറവാണെന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല. അവരെന്നെ വിളിച്ചിട്ട് പറയും ഒരുപാട് സന്തോഷമുണ്ട്, എല്ലാവരും കാണാൻ പറ്റി. ഈ വൈകിപ്പോയതിലുള്ള പരിഭവം എല്ലാം മറന്നുകൊണ്ട് അവരെന്നെ വിളിച്ചിട്ട് അവരെന്നെ റിവ്യൂ കൊടുക്കാറുണ്ട്. ഈ കുടുംബത്തിൻ്റെ ഒരു പിന്തുണ എങ്ങനെയാണ്? ഇനി ഭാവിയിലോട്ടൊക്കെ എന്താണ് പ്ലാൻസ്? കുടുംബത്തിൻ്റെ പിന്തുണ വളരെ കുറവാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛന് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും പറയാറില്ല. അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മയ്ക്കൊന്നും പരാതികളാണ്. കാരണം വീട്ടിൻ്റെ അകത്ത് അത്രയും VCRകളും മറ്റു ഉപകരണങ്ങളാണ്. സഹധർമ്മിണിക്കാണെങ്കിലും ഏത് സമയവും ഞാൻ ഇതിൽ എൻഗേജ്ഡാണ്. അന്ന് എനിക്ക് ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ. മകളെ ഒരല്പസമയത്ത് മാത്രമേ അടുത്തിരുന്ന് കളിപ്പിച്ചിട്ട് നേരെ ഞാൻ ഇങ്ങ് വരും. ജോലി ഉള്ളത് കാരണം വൈകുന്നേരം 5:30 ശേഷം വീട്ടിലെത്തി കഴിഞ്ഞാൽ 5:30 മുതൽ എൻ്റെ ഇവിടുത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ഏതാണ്ട് ഒരു 9 മണി വരെ വർക്കുണ്ടാവും. 9 മണിയാകുമ്പോഴത്തേക്ക് കാപ്പി കുടിക്കാൻ രാത്രിയുള്ള അത്താഴം എന്തെങ്കിലും ചെറിയ രീതിയിലേ കഴിക്കാറുള്ളൂ. കഴിച്ചിട്ട് ഒരു 9:30 ആകുമ്പോൾ വീണ്ടും എൻ്റെ പരിപാടി തുടങ്ങും. അങ്ങനെ 12 മണി 1 മണി 2 മണി വരെയൊക്കെ ഇരുന്ന് ചെയ്തിട്ടുള്ള വർക്കുകളുണ്ട്. അതിനുശേഷം ഒന്നുകിൽ ചിലപ്പം ഈ റൂമിൽ തന്നെ ഞാൻ കിടന്നങ്ങ് ഉറങ്ങും, അല്ലെങ്കിൽ മേളിലാണ് തൊട്ടടുത്താണ് എൻ്റെ വീട് വരുന്നത്. പിന്നെ രാവിലെ 6:30 ആകുമ്പോൾ വീണ്ടും പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യും. 7:30 വരെ ഇത് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് ജോലിക്ക് പോകുന്നത്. 8:30 മുതൽ 4:30 വരെയാണ് എൻ്റെ ഓഫീസ് ടൈം. ഫുൾ എൻഗേജ്ഡ് ആണ്. ശരിക്കും ഒരു ഇതിന് പിന്നില്ല, അല്ലെങ്കിൽ ഇതിനൊരു പാരമ്പര്യമില്ല, അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യുന്നതാണോ, ബന്ധുക്കൾ അങ്ങനെയുണ്ടോ? അങ്ങനെ ഒന്നുമില്ല. സ്വന്തം ഇൻട്രസ്റ്റ് കൊണ്ട് പഠിക്കുന്നു, ബുക്സ് വാങ്ങുന്നു, അത് റെഫർ ചെയ്യുന്നു, അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്. അതും തൻ്റേതായിട്ടുള്ള രീതിയിലൊക്കെ കെമിക്കൽസ് അതിൻ്റെ ഒരു ഫോമിലേക്ക് എടുക്കുക. ശരിക്കും താല്പര്യം എന്നുള്ളൊരു ഘടകം മാത്രമായിരുന്നു അവിടെ നിന്ന് ഇവിടെ വരെയുള്ള ആ ഒരു ജേർണിയിൽ കൂടെ ഉണ്ടായിരുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. അത് നമുക്ക് എല്ലാവർക്കും വേണ്ടത് ഒരു അക്കാഡമിക് ക്യൂരിയോസിറ്റി നമുക്ക് വേണം. ഏതൊരു വിഷയത്തിലും നമുക്ക് അതിനെക്കുറിച്ച് അറിയാമെന്ന് പറഞ്ഞാൽ വെറുതെ അറിഞ്ഞിട്ട് കാര്യമില്ല. ആഴത്തിൽ അറിയാൻ കഴിയും എന്തുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ മുമ്പിലുണ്ടായ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫംഗസ് എന്തുകൊണ്ട് ഉണ്ടാകുന്നു. അപ്പോൾ ഉണ്ടാകുന്ന സാധനത്തിന് നമുക്ക് റിമൂവ് ചെയ്യാനും കഴിയണം. ഇത് നിർമ്മിക്കുമ്പോൾ എന്തായാലും ഇത് ഫംഗസോട് കൂടിയല്ല കമ്പനി നിർമ്മിക്കുന്നത്. ഈ ഫംഗസ് എന്ന് പറഞ്ഞ സാധനം അനാവശ്യമായിട്ട് ഇതിൽ കടന്നുകൂടുന്ന ഒരു സാധനമാണ്. അങ്ങനെയെങ്കിലും അവനെ പുറത്താക്കാനും നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനുള്ള വഴി എന്ത് എന്നുള്ളത് അത് കണ്ടെത്താൻ വേണ്ടി ഒരുപാട്. ഇപ്പോൾ ഞാൻ +2 സയൻസ് ഗ്രൂപ്പാണ് പഠിച്ചതെങ്കിലും എനിക്ക് കെമിസ്ട്രി ആയിട്ടൊന്നും വലിയ അറിവൊന്നുമില്ല. പക്ഷെ ബേസിക് കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ എന്തിനെ കുറിച്ചിട്ട്. പക്ഷേ ഈ ഫംഗസിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അതിൻ്റെ നേച്ചർ പഠിച്ചപ്പോഴത്തേക്ക് ആ നേച്ചർ എന്താണെന്ന് അറിഞ്ഞാൽ നമുക്കതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ഇതിലോട്ട് എത്തുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒരു ഹ്യൂജ് എമൗണ്ട് ക്യൂരിയോസിറ്റി കൂടിയപ്പോഴത്തേക്ക് കൈ കിട്ടി പൈസ എല്ലാം ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു. അപ്പം ഒരാൾ പൈസ തന്നപ്പോഴത്തേക്കും നമുക്കിതിൽ നിന്നൊരു സൈഡായിട്ടൊരു റവന്യൂ കിട്ടും എന്നുള്ളത് ചെറുതാണെങ്കിലും ഒരു സോഴ്സ് ഓഫ് ഇൻകം ആണല്ലോ എന്ന് കരുതി തുടങ്ങിയതാണ്. പിന്നെ ഈ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നല്ലൊരു എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ ഞാനിതിൽ കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ടും ക്യാപ്ചർ കാർഡിന് വേണ്ടിയിട്ടും ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ അത് തിരിച്ചു പിടിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. പിന്നെ യൂട്യൂബിൽ നിന്നും കൂടെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ രീതിയിൽ വരുമാനങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്കിത് കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. പിന്നെ വീട് വെച്ച് എൻ്റെ ചെറിയ കടം, കല്യാണവും വീട് വെപ്പും കൂടെ ഒരുമിച്ചായിരുന്നു. അതിൻ്റേതായ പിന്നെ ഗവൺമെൻറ് ഫാമിലിയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഞാനൊരു പബ്ലിക് സെക്ടറിലെ ജീവനക്കാരനാണ്. അപ്പോൾ ഞാൻ പെർമനൻ്റ് ആയ സമയത്ത് എനിക്ക് സാലറി കുറവായിരുന്നു, ട്രെയിനിങ് പീരീഡൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു അതർ ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു അനദർ സോഴ്സ് ഓഫ് ഇൻകം കൂടി എനിക്ക് വേണമെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. വൈഫ് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആണ്. പക്ഷേ എങ്കിലും ആരും ബുദ്ധിമുട്ടിക്കാതെ എന്ത് ചെയ്യാൻ കഴിയും, ഫ്രീ ടൈം നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളത് നോക്കിയിട്ടാണ് ഇതിലോട്ട് വരുന്നത്. ഇതിന് മുമ്പ് ഞാൻ ഈ TV ഓഡിയോ സിസ്റ്റമൊക്കെ റിപ്പയർ ചെയ്യുന്ന ജോലി എനിക്കുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഫുള്ള് ഇതിൽ തന്നെയാണ്. അക്കാഡമിക് ക്യൂരിയോസിറ്റിയും പിന്നെ ഈ പറഞ്ഞതുപോലെ നമുക്ക് മനസ്സ് വെച്ചാൽ പിന്നെ ആൾക്കാരുടെ സന്തോഷത്തിന് വേണ്ടി ഇപ്പം ഞാൻ എനിക്ക് എൻ്റെ കയ്യിൽ കേസറ്റ് കൊണ്ടുവരുന്ന എല്ലാവരോടും പറയുന്നത് നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ അല്ല, എനിക്ക് എൻ്റെ സാറ്റിസ്ഫാക്ഷനാണ്. കാരണം വെച്ചാൽ ഈ വർക്ക് ഞാൻ ആ വർക്ക് എത്രത്തോളം പെർഫെക്റ്റ് ആക്കാൻ പറ്റും അത്രയും പെർഫെക്റ്റ് ആക്കി ഞാൻ തരും. അത് നിങ്ങൾ കണ്ടിട്ട് വിലയിരുത്തുക. ഈ കേസറ്റ് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇതിനേക്കാളും ബെറ്റർ ക്വാളിറ്റിയിൽ ആരെങ്കിലും ചെയ്ത് തരികയാണെങ്കിൽ ഞാൻ എൻ്റെ പൈസ തിരിച്ചു തരാം. എനിക്കറിയാം അങ്ങനെ ആരും ചെയ്യില്ല എന്നുള്ള കാര്യം. എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്തിട്ടേ ഞാനത് കൊടുക്കും. ഓഡിയോ പ്രശ്നം ഉണ്ടെങ്കിൽ ഓഡിയോ ക്ലിയർ ചെയ്യാൻ വേണ്ടി മൾട്ടിപ്പിൾ പ്ലെയറിലിട്ട് പ്ലേ ചെയ്ത് ഓഡിയോ എടുക്കും. വെട്ടൽ വരികയാണെങ്കിൽ ഞാൻ പ്ലെയറുകളും പലതിലും മാറ്റിയിട്ട് വെട്ടലില്ലാതെ തന്നെ കൊടുക്കും. ഒരു വെട്ടലും കാണത്തില്ല. ഇത്രയും പെർഫെക്റ്റ് ആക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. അതിൻ്റെ റിസൾട്ട് ഞാൻ കസ്റ്റമേഴ്സിന് കിട്ടാറുണ്ട്, അവർ റിവ്യൂ കൊടുക്കാറുമുണ്ട്. റിവ്യൂസിൽ നെഗറ്റീവായിട്ട് വന്നെങ്കിൽ സമയത്ത് കൊടുത്തില്ല, അല്ലെങ്കിൽ ഫോൺ എടുത്തില്ല എന്നുള്ള പരാതി ഉണ്ട്. അപ്പോൾ ഓഫീസിൽ എപ്പോഴും ഫോൺ അലോട്ടഡ് അല്ല. അങ്ങനെയുള്ള ഒരു ചെറിയ പരാതി ആൾക്കാരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്.
അപ്പം ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചതിലൊക്കെ തന്നെ. ഏതായാലും ആഗ്രഹം പോലെ മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഓർബിറ്റ് വീഡിയോ വിഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. താങ്ക് യു. എല്ലാവർക്കും സന്തോഷം. ഇങ്ങനെ എന്നെ ഒരു ആദ്യമായിട്ടാണ് ഒരു ചാനൽ ഇൻ്റർവ്യൂ എഴുതുന്നത്. അതിന് എനിക്കും നിങ്ങളുടെ ടീം അംഗങ്ങളോട് വലിയ കടപ്പാടും നന്ദിയുണ്ട്. നമസ്കാരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.